जय नरसिंह, जय जय नरसिंह, जय प्रहलादेश, जय पद्ममुख मुख पद्मभृंगा भक्तिनाथ नरसिंह भगवान की जय। भक्त प्रहलाद महाराज की जय। गुरुदेव महाराज की जय। श्रील प्रभुपाद की जय। गौरव प्रेमानंदे हरि हरि बोल। ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ മംഗളപ്രദ ഈശ്വരി ദേവിദാസി മാതാജി. ഹരേ കൃഷ്ണ രതി ദേവി മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ സവിത മാതാജി. ഹരേ കൃഷ്ണ ലൈല മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ രാധിക മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഉം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, കഴിഞ്ഞ ബുധനാഴ്ച നമ്മള് ഭാഗവതം നമ്മൾ തുടങ്ങി. ഭാഗവത രസം പാനം ചെയ്യാനായിട്ടുള്ള തുടക്കമാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇനാഗുറേഷൻ കഴിഞ്ഞു. ഇനിയുള്ള ബുധനാഴ്ചകളിലൊക്കെ നിങ്ങളെല്ലാവരും കയറുമെന്ന് വിചാരിക്കുന്ന എൻ്റെ കൂടെ ഒരുമിച്ച് അത് വായിക്കാനും അത് മുന്നോട്ട് ഇടയ്ക്കിടയ്ക്ക് വൈഷ്ണവരെയൊക്കെ കൊണ്ടുവന്നിട്ട് ക്ലാസ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം ഈ സമയം ഇവിടുത്തെ നാട്ടിലത്തെയും കൂടെ കൂടി ഉള്ള ഒരു പ്രശ്നത്തിൻ്റെ 2.5 മണിക്കൂറിൻ്റെ ഒരു വ്യത്യാസം ഉള്ളത് കൊണ്ട് നാട്ടിലുള്ളവർക്ക് പലർക്കും അസൗകര്യമാണ്. ഒരുപാട് പേർക്ക് താല്പര്യം അറിയിച്ചെങ്കിലും നല്ല ഉറക്കം വരുന്ന സമയമാണെന്ന് പറഞ്ഞു. അതുപോലെ ഇന്ന് ഞാൻ ഉറക്കം തൂങ്ങി വീടായിരിക്കാൻ എന്നെ ഒന്ന് വിളിച്ചേക്കണം. കാര്യം ഞാൻ രോഹിണി മാതാജിയോടും ചോദിച്ചിരുന്നു ഇന്നത്തെ ക്ലാസ് എടുക്കാനായിട്ട്. രോഹിണി മാതാജി ഇപ്പം കറണ്ട് ഇല്ല നാട്ടില്, അതുകൊണ്ട് മൊബൈലിന് ചാർജ് തീരാറായി. തുടക്കത്തിൽ ഇങ്ങനെ കയറി 2 മിനിറ്റ് ഞാൻ ഇവിടെ എത്തിയെന്ന് അറിഞ്ഞപ്പോഴത്തേനും മാതാജി ലീവായി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് രഥയാത്ര നടക്കുമായിരുന്നു. ഞങ്ങൾ രഥയാത്ര കൂടി ഞാനിപ്പോൾ ജസ്റ്റ് വന്ന് കയറി വന്ന വരവിന് ഓൺ ചെയ്യുമായിരുന്നു ലാപ്ടോപ്പ്. അപ്പം ഒന്നും ഇരുന്ന് പോലും ഇല്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ക്ഷീണവും എല്ലാം ഉണ്ട്, ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട്. അത് കാരണം അറിയില്ല ഉറക്കം വരുമെന്ന്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. അപ്പം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ മാതാജി ആണ് നിങ്ങൾക്ക് ശ്ലോകങ്ങളൊക്കെ എടുത്തത്. അപ്പം എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കത് എന്തായിരുന്നു നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഒരുപാട് നാളിന് ശേഷം മംഗളപ്രദ മാതാജിയെ കണ്ടതിൽ സന്തോഷം. ജയോ രാധാ മാധവ കുഞ്ച വിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. ജയോ രാധാ മാധവ കുഞ്ച വിഹാരി ഗോപീജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജന. യശോദനന്ദന വ്രജ ജനരഞ്ജന. യമുന തീരവനചാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ ഗീതാ മാതാജി. ഹരേ കൃഷ്ണ ഭാരതി മാതാജി. ഹരേ കൃഷ്ണ ഉത്തമ ഭക്തി രോഹിണി ദേവിദാസി മാതാജി. അപ്പൊ നമുക്ക് ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ മാതാജിക്ക് എങ്ങനെയുണ്ട് ഇപ്പം? കുറവുണ്ട് പ്രഭു. ഇന്നലെ കണ്ണുമ്മ നീര് വന്നപ്പോ ഡോക്ടറെ അടുത്ത് പോയി വീണ്ടും ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തു. അപ്പൊ കുറവുണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ. അതെല്ലേ. ESR ഒക്കെ 45ആയി. കുറവുണ്ടല്ലേ. ഹരിപ്പോ ഒരാഴ്ചയും കൂടെ റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞു. ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അതെ. ഹരേ കൃഷ്ണ. അപ്പൊ എന്തായാലും ഹരേ മാതാജിക്ക് കൃഷ്ണ. വേണ്ടിയിട്ട് നമുക്ക് 3 പ്രാവശ്യം ഉഗ്രം വീരം ജപിച്ചിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കയറാം. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യം നമാമ്യഹം. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യം നമാമ്യഹം. ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യോർമൃത്യം നമാമ്യഹം. ജയ നരസിംഹ ശ്രീ നരസിംഹ. ജയ ജയ നരസിംഹ. जय प्रहलादेश, जय पद्ममुख मुख पद्मभृंगा भक्तिनाथ नरसिंह भगवान की जय। भक्त प्रहलाद महाराज की जय। गुरुदेव महाराज की जय। श्रील प्रभात की जय. ഗൗരപ്രമാനത്തെ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഇന്ന് അതിഗംഭീരമായിട്ടുള്ള ഒരു രഥയാത്രയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. കാര്യം
എനിക്ക് ഉദ്ദേശിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ ഇങ്ങനെ ഒരു റിസോർട്ടിൻ്റെ അകത്ത് ഇത്രയും വലിയ രീതിയിൽ നടത്താൻ പറ്റുമെന്നൊന്നും വിചാരിച്ചിരുന്നില്ല. ഭയങ്കരമായിട്ട് ജഗന്നാഥ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതുപോലെ തന്നെ ഭക്തജനങ്ങളിലേക്കെല്ലാം ആ സന്തോഷം എത്തിച്ചേർന്നു. അപ്പോൾ അങ്ങനെ വളരെ നല്ല ഇത് ചപ്പൻ ഭോഗൊക്കെ കഴിച്ചിട്ടാണ് വരുന്നത്. അത് നല്ല ക്ഷീണമുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടാമത്തെ അധ്യായം ഭഗവത്ഗീത യഥാരൂപത്തിലെ ഗീതാവിഷയ സംഗ്രഹത്തിലെ 58, 59, 60 മാതാജി എടുത്തതെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ 58ാമത്തെ ശ്ലോകം അല്ല, എന്തായിരുന്നു? അത് എടുത്തില്ല പ്രഭുജി, കറണ്ട് ഇല്ലായിരുന്നു, ക്ലാസ് ഇല്ലായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ 58, 59, 60 എടുത്തില്ല. ഇല്ല, അത് എടുത്തില്ല. അത് എടുക്കാൻ വന്നപ്പോ കംപ്ലീറ്റ് കറണ്ട് ഇല്ലായിരുന്നു. മാതാജി എടുത്തല്ലോ. ഞാൻ അതിന്റെ ലാസ്റ്റ് ഭാഗം കേട്ടിരുന്നു. ഞാൻ എടുത്തായിരുന്നു. ലാസ്റ്റ് ക്ലാസ് എടുത്തായിരുന്നു. ക്ലാസ് എടുത്തു. 3 കാര്യം അതിന്റെ അവസാന ഭാഗം ഞാൻ കയറി. ഞാൻ പ്രോഗ്രാമിലായിരുന്നു. അല്ല, അപ്പൊ അവിടെ അവിടെ വെച്ചിട്ട് കറണ്ട് തന്നെ ഇല്ലാതെ ഞാനിത് ഒരുപാട് കേൾക്കുന്നു. നേരം കറണ്ട് ഇല്ലാതെ, അപ്പൊ കറണ്ട് ഇല്ലാതെ വന്നപ്പോ ഞാൻ അങ്ങ് ഇറങ്ങി. പിന്നെ ഞാൻ നോക്കിയപ്പോഴൊന്നും കേറിയിട്ടില്ല. പിന്നെ ഞാൻ കേറിയില്ല. മാതാജിക്ക് കറണ്ട് പോയതാണ്. കാര്യം അവര് കയറിയിരുന്നു. അവരുടെ ക്ലാസ് കഴിഞ്ഞു. ഞാൻ ആ ക്ലാസ് ഉണ്ട്. ക്ലാസ് ഉണ്ടായിരുന്നു. കാര്യം എന്നാന്നറിയോ, മാതാജിയോട് ഞാൻ ലാസ്റ്റ് സംസാരിക്കുകയും ചെയ്തു. മാതാജി ഈ എടുത്ത ശ്ലോകങ്ങളൊക്കെ എനിക്ക് അപ്പൊ ഇന്നത്തെ എനിക്ക് ക്ലാസ്സിൽ ഇത് എനിക്ക് കിട്ടിയില്ല. പ്രയോജനപ്പെടും എന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയില്ല അത്. ആ, ഓക്കെ. അപ്പൊ മാതാജിക്ക് കിട്ടാഞ്ഞാണ്. അപ്പൊ 57, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അത് റിവിഷൻ പോലെ ഒന്ന് പറയുവാണ്. അപ്പൊ 58ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ആമ തന്റെ അവയവങ്ങളെ തോടിനുള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കാൻ കഴിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പൊ ഒരു സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്ന ഒരാള്, എൻ്റെ ഒരു പ്രത്യേകത, ഒരാള് പ്രജ്ഞ എന്തായിരിക്കണം? സ്ഥിരമായിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാത്ത ആളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ പല കാര്യങ്ങളിലും നമുക്ക് ഇന്ദ്രിയങ്ങളെ അവിടെ ഇവിടെ എല്ലാം നമ്മൾ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു ഗൃഹസ്ഥനാണ്. അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ മറ്റു പല 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 കർമ്മങ്ങളും ഉണ്ട്. നമുക്കെല്ലാം നിയുത കർമ്മങ്ങളുണ്ട്. നമുക്ക് പല ഉത്തരവാദിത്തങ്ങളുണ്ട്, പല ധർമ്മങ്ങളുണ്ട്. പിതാവിന്റെ ധർമ്മമുണ്ട്, പുത്രന്റെ ധർമ്മമുണ്ട്, അതുപോലെ തന്നെ ഭർത്താവിന്റെ ധർമ്മമുണ്ട്, ഭാര്യയുടെ ധർമ്മമുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഇതിലെല്ലാം നമ്മൾ കെട്ടുപാടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള ഇതിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ പല തരത്തിലേക്ക് നമ്മളുടെ പ്രജ്ഞയെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപരിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പം അങ്ങനത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പം നമ്മൾ അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മൾ എങ്ങനെ അതിനെ നിയന്ത്രിക്കണം? അപ്പം നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചാൽ മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പൊ മനസ്സ് അടക്കമുള്ള ആ, ഇന്ദ്രിയങ്ങളെ നമ്മളെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണെന്ന് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ആമ തന്റെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ ശത്രുക്കളെ കാണുമ്പോൾ ഉള്ളുവലിക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങളൊക്കെ നമ്മുടെ ശത്രുക്കളാണെന്ന് മനസ്സിലായി അല്ലേ? ആമ എങ്ങനെയാണ് എപ്പോഴാണ് അതിന്റെ ആ, ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കുന്നത്? അതിന്റെ ശത്രുക്കളെ കാണുമ്പോൾ അല്ലേ? നമ്മളിപ്പോൾ ആമയെ ചെന്ന് തൊടാൻ അങ്ങനെ ഒരുങ്ങുവാണെങ്കിൽ ഉടനെ തന്നെ ആമ എൻ്റെ കൈയും കാലും ഒക്കെ വലിച്ച് അതിനുള്ളിലേക്കാകും. ഒരാൾക്കും അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ തോടിനുള്ളിൽ സംരക്ഷണമായിട്ടിരിക്കും. എന്ന് പറഞ്ഞതുപോലെ നമ്മൾക്ക് ഏത് ഇന്ദ്രിയങ്ങളാണോ നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്, മിക്കവാറും മനസ്സ് എന്ന ഇന്ദ്രിയമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ മനസ്സിലേക്ക് എത്തുന്ന ഗേറ്റ് വേസ് ഏതൊക്കെ ഇന്ദ്രിയങ്ങളിൽ കൂടെയാണ്? കണ്ണ്, 2 ചെവി, ഇത് രണ്ടിൽ കൂടെയാണ് മനസ്സിലേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്നത്. പിന്നെ ചിലത് നമ്മൾ വായിൽ കൂടെ കഴിക്കുന്നതും, ചിലത് നമ്മുടെ നാക്ക് ദോഷവും അല്ലേ? നമ്മുടെ നാക്ക് ദോഷം കൊണ്ട് ചിലപ്പം നമുക്ക് നല്ല പണി കിട്ടും അല്ലേ? പോയ വാക്ക് തിരിച്ചാൽ ഒരിക്കലും കിട്ടില്ല അല്ലേ? ചിലപ്പം ചില ദേഷ്യം വരുമ്പോൾ നമ്മൾ ചില വാക്കുകൾ പറഞ്ഞു, ചിലപ്പം ഭാര്യയോടായിരിക്കും, ഭർത്താവിനോടായിരിക്കാം, അമ്മയോടായിരിക്കാം, അമ്മായിയമ്മയോടായിരിക്കാം. പക്ഷെ ആ ഒരൊറ്റ വാക്കിന്റെ പുറത്ത് ആജീവനാന്ത കാലം നമ്മൾ എന്താവും? നമുക്ക് ഒന്നുകിൽ പിണക്കമായിരിക്കും, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു അകൽച്ച തോന്നും. അവർ നമ്മളോട് പറഞ്ഞാലും നമ്മൾ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നാക്കിൽ നിന്ന് അറിയാതെ വീണു പോകുന്ന ഒരു കാര്യം കൊണ്ട്, അതായത് ഒരു ഒരു കത്തി എടുത്ത് ഒരാളെ കുത്തുന്നതിനേക്കാളും വേദനയാണ് നാക്ക് കൊണ്ട് ഉപദ്രവിക്കുന്നത് അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാം അല്ലേ? നിങ്ങളൊക്കെ അമ്മായിമ്മമാരുടെ കൂടെ ജീവിച്ചിട്ടുള്ളതല്ലേ? അപ്പൊ അമ്മായിമ്മ പറയൂ, അല്ലെങ്കിൽ ഭർത്താവ് നമ്മൾ ചെയ്യാത്ത ഒരു കുറ്റത്തിന് നമ്മളോട് നമ്മളോടത് പറയുക, നമ്മളെ കുറ്റം ആരോപിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വേദന സഹിക്കാൻ പറ്റത്തില്ല അല്ലേ? അവർ ചിലപ്പോൾ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ വളരെ കുറച്ച് വ്യക്തികൾക്ക് മാത്രമേ അത് സഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളത് ഈ ഭഗവത്ഗീത പഠിക്കുന്ന നമ്മൾ അതിനെ എങ്ങനെ മനസ്സിലാക്കണം? നമ്മളുടെ ഇന്ദ്രിയങ്ങളെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആമ എങ്ങനെ ഉൾവലിക്കുന്നോ അതുപോലെ നമ്മൾ ഇന്ദ്രിയങ്ങളെ ഉൾവലിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം, പ്രാക്ടീസ് ചെയ്യണം. ഇത് പഠിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രത്യേകതയാണ്, ഒരു ഗുണമാണ് ഭഗവത്ഗീത പഠിക്കുന്നത് കൊണ്ട്.
എന്ത് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അതിനെ നമ്മൾ എന്താണ് സമചിത്തതയോടുകൂടി നേരിടും. അപ്പൊ നമ്മൾ സ്ഥിതപ്രജ്ഞനായി മാറും. എന്ത് വിഷയങ്ങൾ ഉണ്ടായാലും വിഷയങ്ങൾ അവിടെ കിടക്കട്ടെ എന്ന് ഉള്ള രീതിയിൽ നമ്മളത് മനസ്സിലാക്കും, കണക്കാക്കും. അതുപോലെ ബിന്ദു വിക്രം മാതാജി, ഹരേ കൃഷ്ണ, വെൽക്കം ഹരേ ബാക്ക് കൃഷ്ണ അഗൈൻ. പ്രഭു. ഹരേ കൃഷ്ണ. ഡ്യൂട്ടിയിലാ പ്രഭു. ഡ്യൂട്ടിയിലാണോ? ഡ്യൂട്ടിയിലാ. ഹരേ കൃഷ്ണ. എന്നാലും കണ്ടതിൽ സന്തോഷം മാതാജി, ഓർത്ത് കയറിയല്ലോ. ഡ്യൂട്ടിയിലാ. ഇപ്പൊ 7 മണിക്ക് അടുത്ത ആള് വരുമ്പോ ഞാൻ ഇറങ്ങും. അതെയല്ലേ? ഓക്കെ, ശരി മാതാജി, ഇന്ന് കേട്ടോളൂ. ഹരേ കൃഷ്ണ. അപ്പൊ അങ്ങനെ അടുത്ത ശ്ലോകം എന്തായിരുന്നു? 59. വിഷയസുഖങ്ങളോടുള്ള താല്പര്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ശരീരസ്ഥനായ ആത്മാവ് ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ച് ഉന്നതമായ രുചി അനുഭവിക്കുന്നതോടെ അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. അപ്പം ഈ വിഷയങ്ങളിലൊക്കെ നമുക്ക് താല്പര്യം തോന്നും അല്ലേ? ഈ വിഷയങ്ങളൊക്കെ എന്തൊക്കെയാണ്? നമ്മളൊരു വെള്ളത്തിൽ ഒരു കുമള ഇങ്ങനെ വന്നാൽ അത് നിമിഷ നേരം കൊണ്ട് അത് പൊട്ടും അല്ലേ? അങ്ങനെ അത്രയും വളരെ നിമിഷമാത്രമാണ് നമ്മളുടെ ഓരോരോ സുഖങ്ങളും അല്ലേ? നമ്മളത് ആപേക്ഷികമായിട്ട് നോക്കുമ്പോൾ അതൊരു സുഖം ഉടനെ തന്നെ അത് ദുഃഖത്തിന് കാരണമാകും. നമുക്കിപ്പം പശുവിന്റെ കാര്യം തന്നെ ഓർക്കാം അല്ലേ? പശുവിന്റെ ദേഹത്ത് ഒരുപാട് കാക്കകളൊക്കെ വന്നിരിക്കുന്നതാണ് അല്ലേ? കാക്കകളൊക്കെ വന്നിരിക്കുമ്പോഴത്തേനും അതിന്റെ ദേഹത്തുണ്ടാകുന്ന ഒരു തരം വണ്ടനോ എന്നൊക്കെ പറയുന്ന, പല നാട്ടിലും പല രീതിയിൽ അറിയപ്പെടുന്ന ഇങ്ങനെ ഒരു ചെള്ള് പോലത്തെ ഒരു സാധനമുണ്ട്. അതിനെ കാക്ക വന്ന് എടുക്കും. കാക്ക വന്ന് എടുക്കുമ്പോൾ ഇതിന് ചൊറിയാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുക പശു, അത്ര വിഷമിച്ചിരിക്കുക. അതിന്റെ പുറകിലൊക്കെ ആയിരിക്കും മിക്കവാറും. അപ്പൊ കാക്ക വന്നിങ്ങനെ ഇരിക്കുമ്പോൾ സന്തോഷമാണ്, ഇതിനെ കാക്ക എടുക്കുമല്ലോ എന്ന് ഓർത്ത്. അപ്പൊ കാക്ക എടുത്ത് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും എന്താണ്, അതിന്റെ ദശ കുറെ ഭാഗങ്ങളുടെ കൂടിയാണ് അങ്ങ് എടുത്തോണ്ട് പോകുന്നത്. ഇപ്പോൾ എടുത്തോണ്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത്രയും ഭാഗത്തെ തൊലി പോയി. ആ തൊലി പോയി കഴിയുമ്പോഴത്തേനും പശുവിന് ഒരു സന്തോഷവും, കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറുന്ന നാടൻ ഭാഷയിൽ നമ്മൾ പറയും അല്ലേ? പക്ഷെ ഇതിനും കൊണ്ടുണ്ടാകുന്ന പ്രതിപ്രവർത്തനം എന്താണ്? ആ മുറിവില് രക്തം വരും, അതിന് പെയിനായി ഉടനെ അവിടെ എന്താണ്, ഈച്ച വന്നിരിക്കും. ഈച്ച വന്ന് മുട്ടയിടും. മുട്ടയിട്ട് എന്ത് ചെയ്യും? അവിടെ പുഴുവാകും. പുഴുവായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ എന്താണ്, അതിന്റെ മരണത്തിൽ വരെ കലാശിക്കും. ചെറിയൊരു ഇന്ദ്രിയ സുഖം അല്ലേ? ഒരു ചെറിയൊരു കടി മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ നമ്മൾ പുറത്ത് നമുക്ക് എത്തുകയില്ലാത്ത സ്ഥലത്ത് ആരെങ്കിലും നമുക്കൊന്ന് ചൊറിഞ്ഞു തരുവാണെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു സുഖം എത്രയാണ്? വളരെ കുറച്ച് നേരത്തെ. പക്ഷെ അവർ നല്ല നഖം കൊണ്ടൊന്ന് ആഴത്തിൽ മാന്തിയാലോ അത് നീർച്ചയായി മാറും. അപ്പൊ അത്രയും മാത്രമേ ഉള്ളൂ നമ്മളുടെ സുഖങ്ങളൊക്കെ തന്നെ അല്ലേ? അപ്പം അത്ര നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ശരീരസ്ഥനായ ആത്മാവ് നമ്മളുടെ ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കേണ്ടതാണ്. അപ്പൊ ഈ ഇന്ദ്രിയ നിയന്ത്രണം നമ്മൾ പാലിക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് തന്നെ അത്യന്താപേക്ഷിതമാണ്. അപ്പൊ ഇത്തരം പ്രക്രിയകൾ അവസാനിപ്പിച്ചിട്ട് ഉന്നതമായ രുചി അനുഭവിക്കുന്ന അയാൾ സ്ഥിതപ്രജ്ഞനാകുന്നു. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ഉന്നതമായ രുചിയിലേക്ക് പോകണം? ഉന്നതമായ രുചിയിലേക്ക് പോകാനുള്ള ഒരു മാർഗം ചിലപ്പം സബിതാ മാതാജിക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഞാൻ ഈ ക്ലാസ്സിലെ കോട്ട് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അതിലേക്ക് പറഞ്ഞു. മാതാജി ഓർമ്മയുണ്ടോ? ഹരേ കൃഷ്ണ മാതാജി, സബിതാ മാതാജി, രോഹിണി മാതാജി എടുത്ത ക്ലാസ്സിലെ ഈ ശ്ലോകം കോട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ അവിടെ വേറൊരു ശ്ലോകം പറഞ്ഞത്. ആ ശ്ലോകം എന്തായിരുന്നു? ചൈതന്യ ചരിതാമൃതത്തിലെ മധ്യലീലയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ പറഞ്ഞാണ്. ഓർമ്മയുണ്ടോ? അത് ഇല്ല പ്രഭു, ചെയ്യുന്നു. ഓർമ്മയില്ലല്ലേ? അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ നാഥൻ ആരാണ്? ഭഗവാൻ. ആ പേരെന്താണ് ഭഗവാന്റെ? ഋഷികേശൻ. ഋഷികേശൻ. അപ്പം ഇന്ദ്രിയങ്ങളുടെ നാഥനെ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സേവ ചെയ്യണം. ഋഷികേശ സേവനം ഭക്തിരുച്ചതേ. ഇത് മാത്രമാണ് ഒരേ ഒരു മാർഗം. നമ്മള് ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് ഭഗവാൻ, സാക്ഷാൽ ഭഗവാൻ. അപ്പൊ ആ ഇന്ദ്രിയങ്ങളുടെ നാഥനെ എന്താണ് പ്രസന്നനാക്കുക, അത് മാത്രമേ ഉള്ളൂ. അതാണ് ഹയർ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഹയർ ടേസ്റ്റിലേക്ക് നമ്മൾ പോകണം. നമ്മൾ ലോവർ ടേസ്റ്റ്, അതായത് ഒരു കാക്ക വന്ന് ഒരു പശുവിനെ കൊത്തുമ്പോഴുള്ള ചെറിയ ഒരു സുഖത്തിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ പോകുന്നതെല്ലാം. അപ്പൊ ഈ ലോവർ ടേസ്റ്റ് നമ്മൾ ആസ്വദിച്ചിട്ട് നമ്മൾ അതിന്റെ വിപത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നേ ഇല്ല. നമ്മൾ ഹയർ ടേസ്റ്റ് എന്താണ്? ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുക. അപ്പൊ ആ ഹയർ ടേസ്റ്റ് അനുഭവിച്ചറിയുകയാണെന്നുണ്ടെങ്കിൽ ലോവർ ടേസ്റ്റുകൾ വരുവോ പോകാതിരിക്കുകയോ ഒക്കെ ചെയ്തോളും. നമ്മൾ അതിൽ നമ്മൾ ആകുലപ്പെടുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത്. അപ്പൊ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരാൾക്ക് ഇതിന്റെ ലോവർ ടേസ്റ്റിലേക്ക് പോകേണ്ട ഒരാവശ്യവുമില്ല.
ഹയർ ടേസ്റ്റിനെയാണ് പിടിച്ചിരിക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഹയർ ടേസ്റ്റിലേക്ക് നമ്മൾ എപ്പോഴും എത്താനായിട്ട് നമ്മൾ എന്താണ്, സത്സംഗത്തിൽ നിൽക്കുക. സത്സംഗത്തിൽ നിന്നാൽ മാത്രമേ ഉള്ളൂ ഹയർ ടേസ്റ്റിലേക്ക് നമുക്ക് പ്രേരണ ഉണ്ടാവുള്ളൂ, അങ്ങോട്ടേക്ക് പോകാം. അല്ലാത്തവരുടെയൊക്കെ എന്താണ്, സത്സംഗത്തിൽ കയറാതെ ഹയർ ടേസ്റ്റ് കിട്ടും എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. ഞാനിതെല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്, 4 യമനിയമങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഞാൻ ഭഗവത്ഗീത ഭാഗവതമൊക്കെ റീഡ് ചെയ്യുന്നുണ്ട്. ഹരേ കൃഷ്ണ മല്ലിക മാതാജി, ഹരേ കൃഷ്ണ. അപ്പൊ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ചിലർക്ക് എന്താണ്, നമ്മൾ ഈ ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്, അല്ലേ? പക്ഷെ പ്രോട്ടീൻ ഇല്ലാത്ത അവസ്ഥ എന്താണ്, നമ്മൾ ഈ വിരയൊക്കെ ബാധിച്ചിട്ടില്ല, എന്നാ പറയുന്നത്, അങ്ങനെയുള്ള ആൾക്കാരെ പോലെ ഇരിക്കും, അല്ലെ? പ്രോട്ടീൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ വയറൊക്കെ ചാടിയൊക്കെ ഉള്ള പിള്ളേരെ കാണത്തില്ല, എന്താ പറയുന്നത്, അങ്ങനെ വിളറി വെളുത്തിരിക്കും, വിളറി വിരൽ ഗ്രഹണി ബാധിച്ചു. ആ ഗ്രഹണി ബാധിച്ചു. ഗ്രഹണി അതാണ് ഏറ്റവും വലിയ ഗ്രഹണി ബാധിച്ച ആൾക്കാരുടെ അവസ്ഥയാണ്. അപ്പം അപ്പൊ എന്താണ്, ആ പ്രോട്ടീൻ കിട്ടുന്ന എവിടെ നിന്നാണ്, ആ പ്രേരണ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കിട്ടുന്നത് സത്സംഗത്തിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് സത്സംഗം വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അല്ലാതെ ഉള്ളവരുടെ അവസ്ഥ ഗ്രഹണി വരും. നമ്മളെല്ലാം ചെയ്യുന്നൊക്കെയുണ്ട്, പക്ഷെ അതിന്റെ പോഷണം നേരെ ചൊവ്വേ കിട്ടുന്നില്ല. അതാണ് അതിന്റെ കുഴപ്പം. അപ്പൊ നിങ്ങൾ ഈ ഹയർ ടേസ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ ഹയർ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എന്താണ്, സത്സംഗത്തിൽ കയറിയേ മതിയാവുള്ളൂ. അല്ലാത്ത ആൾക്കാരുടെ ഒരു അവസ്ഥ ഇത് തന്നെയാണ്. അതായത് എത്ര കഴിച്ചാലും എത്ര ചെയ്താലും എന്താണ്, പ്രോട്ടീൻ ഇല്ലാത്ത ഒരവസ്ഥ, ഗ്രഹണി ബാധിച്ച അവസ്ഥയാണ്. അപ്പൊ അങ്ങനെ ആ ഒരു ശ്ലോകം അതായിരുന്നു. പിന്നെ 60ാമത്തെ ശ്ലോകം മാതാജി എടുത്തത്, ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തതും കരുത്തുള്ളവയുമാണ് അർജുന, അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ വിവേകിയാണെങ്കിൽ പോലും അവ ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങൾ എന്താണ്, ഒരു കുതിര ഇങ്ങനെ കടിഞ്ഞാണില്ലാത്ത അഴിച്ചു വിട്ടിരിക്കുന്ന പോലെയാണ്, അല്ലെ? ഭഗവത്ഗീതയിലെ ആ 5 കുതിരകൾ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഭഗവത്ഗീത എന്താണ്, മനസ്സിന്റെ ശാസ്ത്രം. 6ാമത്തെ ഇന്ദ്രിയാണ് മനസ്സെന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അവിടെ എന്താണ് സംഭവിച്ചത്, ആ ഭഗവാനാണ് ആ കടിഞ്ഞാണ് പിടിക്കുന്നത്, അല്ലെ? ഋഷികേശനാണ് ആ ഇന്ദ്രിയങ്ങളാകുന്ന 5 കുതിരയുടെ കടിഞ്ഞാണ് വിളിച്ചു പണിയത്, ബുദ്ധിയാകുന്ന ഭഗവാൻ, അല്ലേ? അപ്പൊ അവിടെ മനസ്സാകുന്ന അർജുനനാണ് ചാഞ്ചല്യം ഉണ്ടായത്, അല്ലെ? അപ്പൊ എന്ത് ചെയ്തു, ബുദ്ധിയാകുന്ന ഭഗവാൻ ആ കടിഞ്ഞാണി പിടിച്ച് ഭഗവാന്റെ കയ്യിലാണ് എന്താണ്, ആ കടിഞ്ഞാണി ഇരിക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു 5 കുതിരകളെ നമ്മൾ നിയന്ത്രണമില്ലാതെ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുകയാണ്, അല്ലെ? അപ്പൊ അതിനെ ഇത് നിയന്ത്രണത്തിലാക്കുന്നിടം വരെ നമുക്ക് എന്താണ്, എത്ര വിവേകിയാണെങ്കിൽ പോലും എന്താണ്, അവ ബലാത്കാരാണ് പിടിച്ചു മാറ്റുന്നു. അർജുനൻ പറയുന്നുണ്ടല്ലേ, ഭഗവാനെ എനിക്ക് കാറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്, ഒരു ശ്ലോകത്തില്, അല്ലെ? കാറ്റിനെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ എന്താണ്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന, എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാണ്ട് പറ്റുന്നില്ല എന്ന് അർജുനൻ പറയുന്നത്. അത്രയ്ക്ക് ശക്തിയാണ്. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട് എന്താണ്, മമമായ ദുരത്യായ എന്ന് പറയുന്നത്, അല്ലേ? ആ ശ്ലോകം ഏതാണ്, ദേവി ഹേഷ ഗുണമയി മമമായ ദുരത്യ. അതായത് എന്താണ്, ദേവി എൻ്റെ തന്നെ എന്താണ് ശക്തിയായ, എൻ്റെ തന്നെ ബഹിരംഗ ശക്തിയായ മഹാമായ, ഭയങ്കര ശക്തിയുള്ളവളാണ്, അല്ലേ? അവളെ പിടിച്ചു നിർത്തുക അല്ലെങ്കിൽ അവളെ അതിജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദുഷ്കരാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നു. ഭഗവാന്റെ ശക്തിയെ അതിജീവിക്കുക എന്ന് പറയുന്നു, അല്ലേ? ആ ശക്തിയെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ ദുഷ്കരമാണ്. പക്ഷേ എന്നിൽ സറണ്ടർ ചെയ്യുന്നവർക്ക് വളരെ നിഷ്പ്രയാസം അതിനെ അതിജീവിക്കാൻ പറ്റും. ഭഗവാനിൽ ശരണാഗതി പ്രാപിച്ച ആൾക്കാർക്ക് എന്താണ്, അത് എത്ര എത്ര ഈസിയാണ്. എങ്ങനെയാണ് നമ്മളൊരു പശുക്കിടാവിൻ്റെ കുളമ്പിൽ ഉള്ള വെള്ളം താണ്ടുന്ന അത്രയും ലാഘവത്തിൽ. അത് എത്ര ബുദ്ധിമുട്ടുണ്ട്. 10,000 തേള് കടിക്കേണ്ട അവസ്ഥയിൽ എന്താണ്, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയിൽ നമ്മുടെ ജീവൻ പോകും, അല്ലേ? ഈ നമ്മളൊരു മഹാസമുദ്രം കിടക്കുന്നതിന് പകരം എന്താണ്, ഒരു പശുക്കിടാവിൻ്റെ കുളമ്പിലുള്ള വെള്ളം മറികടക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്, അത്രയേ ഉള്ളൂ സംസാരസാഗരം നീന്തി കിടക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്, നമ്മൾ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം. നമ്മൾ എത്ര പ്രായമായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, നമ്മളുടെ ഈഗോ വെടിയാനും നമുക്ക് സാധ്യമല്ല. നമ്മൾ എത്ര സത്സംഗം അറ്റൻഡ് ചെയ്താലും അതെന്താണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് 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 നമ്മൾ ഈ ക്ലാസ് അങ്ങ് കഴിയും. അത് കഴിഞ്ഞ് ഉടനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ വിപരീതമായിട്ടാണ് ചെയ്യുന്നത്. കാര്യം ക്ലാസ്സിൽ കേട്ടു എല്ലാം നമുക്ക് എനർജി കിട്ടി, അടുത്ത ക്ലാസ് ആയി കഴിയുമ്പോഴത്തേനും അത്രയും ഒരാഴ്ച നമ്മളുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്, മായയായിട്ട്. കാര്യം റീഡിങ് കുറവാണ്, ജപം കുറവാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, മായയായിട്ട് വീണ്ടും അസോസിയേറ്റ് ചെയ്യുമ്പോഴത്തേനും എന്ത് ചെയ്യും, എല്ലാം താറുമാറായി കഴിയും.
അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഇന്ദ്രിയങ്ങൾ എന്താണ്? ബലാത്കാരേണ നമ്മളെ പിടിച്ചു വലിക്കുന്നു. അപ്പൊ മായയുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? സത്സംഗം. അതുകൊണ്ടാണ് സത്സംഗങ്ങളൊക്കെ പലതും നിന്നു പോകുന്നത്, പൂട്ടിപ്പോകുന്നത്. കാര്യം മായ അത്ര ശക്തിയാണ്. സത്സംഗത്തിൽ സ്ഥിരം വരുന്നവർ എന്നാൽ മായ കൂടുതലായിട്ട് അവരെ പ്രേരിപ്പിച്ച് വലിച്ച് വലിച്ച് അതിൽ നിന്ന് ഇറക്കാനായിട്ട് ശ്രമിക്കും. കാര്യം എന്താണ്? അതായത് ഭഗവാനിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഒരാളെ മായ പുൾ ഔട്ട് ചെയ്യുന്നു. കാര്യം എന്താണ്? മായയുടെ ജോലിയാണ് അതല്ലേ. പ്യുവർ ആയിട്ടുള്ള ആൾക്കാർ മാത്രം എന്താണ് ഭഗവാനിലേക്ക് പോയാൽ മതി അല്ലേ. പ്യുവർ ആയിട്ടുള്ള ആൾ ഭഗവാൻ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയാണ്. അല്ലാത്ത ആൾക്കാർ എന്താണ്? കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് മാത്രം വന്ന ആൾക്കാരെ എന്താണ് എന്താണ് അവരവരുടെ വഴിക്ക് പൊക്കോട്ടെ. എൻ്റെ അടുത്തേക്ക് എൻ്റെ ശുദ്ധ ഭക്തർ, പ്യുവർ ഡിവോട്ടീസ്, എന്നെ സ്നേഹമുള്ളവർ, എന്നെ ഭക്തിയുള്ളവർ, മറ്റൊന്നും ആഗ്രഹിക്കാതെ പ്യുവർ ലവ്, അത് മാത്രമാണ് പ്രതീക്ഷിക്കുന്നത് ഭഗവാൻ അല്ലേ. ഭാവഗ്രാഹി ജനാർദ്ദൻ. ഭഗവാൻ എന്താണ്? നമ്മളുടെ പ്യുവർ ലവ് മാത്രം മതി, മറ്റൊന്നും തന്നെ ഭഗവാന് ആവശ്യമില്ല. ഭഗവാൻ എന്താണ്? കോടികൾ കൊണ്ട് തുലാഭാരം നടത്തേണ്ട ആവശ്യമല്ലോ ഉണ്ടോ? ഒന്നുമില്ല. ഭഗവാൻ നമ്മളുടെ ഹൃദയം മാത്രം എന്താണ്? പാകപ്പെടുത്തി വെണ്ണ പോലെ മയമാക്കി മൃദുലമാക്കി ഇട്ടുകൊടുത്താൽ മാത്രം മതി. ബാക്കി ഭഗവാൻ അത് തന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുള്ളൂ അല്ലേ. അപ്പൊ ആ ഹൃദയം നമ്മൾ പാകപ്പെടുത്തിയിടുക. അപ്പം നമ്മൾ ആ ശ്ലോകം കണ്ടു. അപ്പം വളരെ ബുദ്ധിമുട്ടാണ്. ബലാത്കാരേണ നമ്മളെ ഇന്ദ്രിയങ്ങളെ കൊണ്ടുപോകും. അപ്പൊ ഈ ഒരാഴ്ച സമയം ഇന്ദ്രിയങ്ങളുടെയൊക്കെ അവസ്ഥ മാറും. കാര്യം എന്താണ്? നമ്മൾ ഒരു റൗണ്ട് പോലും ജപിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നില്ല. പിന്നെ എന്താണ്? ഭഗവത്ഗീത എടുത്ത് ഒരു പേജ് പോലും മറിച്ച് നോക്കാമെന്ന് വെക്കുന്നില്ല. ഭാഗവതം എടുത്ത് ഒരു ശ്ലോകം വായിക്കാമെന്ന് വെക്കുന്നില്ല. കാര്യം നമുക്ക് 24 മണിക്കൂർ ഇൻറ്റു 7 ഡേയ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാണ്ട് പറ്റുന്നില്ല. വീട്ടില് 24 അവേഴ്സും വീട്ടിൽ അടുക്കളയിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. 24 അവേഴ്സും എന്താണ് പറയുന്നത് ഉറക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. 24 അവേഴ്സ് മൊബൈൽ നോക്കുകയാണ് അല്ല. മൊത്തത്തിൽ ടൈം എഴുതി വെച്ച് നോക്കുക. 24 അവേഴ്സ് ഓരോരോ സമയം എന്ത് നമ്മൾ ചെയ്തെന്ന്. അപ്പൊ നമുക്കറിയാം നമുക്ക് എത്ര മണിക്കൂർ നമ്മൾ വെറുതെ കളഞ്ഞെന്ന്. ആ സമയത്തൊക്കെ നമ്മളെ മായയാണ് നമ്മളെ പിടിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ പുറമേ നിന്ന് നമ്മളെ തന്നെ വീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മായ നമ്മളെ എന്തുമാത്രം അറ്റാക്ക് ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്ത ശ്ലോകം 61, ഭഗവത്ഗീത യഥാരൂപം, അധ്യായം 2, ഗീതാവിഷയ സംഗ്രഹം, ശ്ലോകം 61. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരാ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാം. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാം. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരാ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിതാം. ഹരേ കൃഷ്ണ. ഗീതാ മാതാജി. ഹരേ കൃഷ്ണ. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പര വശേഹി യസേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവ. ഓ, മാതാജി വായിക്കുവോ? ഓം നമോ ഭഗവതേ വാസുദേവായ. താനി സർവാണി സംയമ്യ യുക്തയാസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഹരേ കൃഷ്ണ. മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപാധ്യായം 2 ശ്ലോകം 61. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പര വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. താനി മുമ്പ് പറഞ്ഞ സർവാണി ഇന്ദ്രിയാണി സർവേന്ദ്രിയങ്ങളുടെയും സംയമ്യ സംയമിച്ചിട്ട് അല്ലെങ്കിൽ അടക്കിയിട്ട് മത്പരഹ എന്നിൽ മനസ്സൂന്നി യുക്തഹ യുക്തനായ ആസീത സ്ഥിതി ചെയ്യണം. ഹി എന്തെന്നാൽ യസ്യ യാതൊരുവന് ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങൾ വശത്തിൽ അല്ലെങ്കിൽ വർത്തിക്കുന്നുവോ തസ്യ അവന്റെ പ്രജ്ഞാ ബുദ്ധി പ്രതിഷ്ഠിത സ്ഥിരമാണ്. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്.
ജയ് ശ്രീല പ്രഭുപാദ്. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവ ബോധമുറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധി ഉള്ളവൻ. ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധമുറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപാന്തികം വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാനിതാൻ ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യീശ്വരം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനീതി നാമിനി നമാചാര്യായ പദാനിത്തായ കൃപാപ്രദായിനെ ഗൗരഗദാദാമോദായ നഗരഗ്രാമതാരണേ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനീതി നാമിനെ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇവിടെ ഭഗവാൻ പറയുന്നു, ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി നിയന്ത്രിച്ച് എന്നിൽ തന്നെ അവബോധമുറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ. അപ്പൊ സ്ഥിതപ്രജ്ഞൻ എന്നുള്ള അതിന് ഭഗവാൻ വേറൊരു പേരിവിടെ കൊടുക്കുവാണ്, സ്ഥിരബുദ്ധിയുള്ളവൻ. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പം ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ചിട്ട് ഏതൊരു വ്യക്തി എന്നിൽ അവബോധം ഉറപ്പിക്കുന്നു, അതായത് കൃഷ്ണാവബോധത്തിലാകുന്നു. എന്നിൽ അവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിൽ അവബോധം, അതാണ് കൃഷ്ണാവബോധം. കൃഷ്ണാവബോധത്തിൽ അങ്ങനെയുള്ള ആളാണ് സ്ഥിരബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത്, അല്ലേ? പണ്ഡിത സമദർശന എന്ന് പറഞ്ഞ് വേറൊരു ശ്ലോകം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പം എന്താണ്, അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാവരെയും ഒരേപോലെ തന്നെയാണ് കാണുന്നത്. എന്നിൽ സ്ഥിരബുദ്ധി ഉദിച്ചിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും എല്ലാ ആൾക്കാരെയും ഒന്നുപോലെ തന്നെ കാണുന്നു. അങ്ങനെയുള്ള ആൾക്കാരാണ് പണ്ഡിതന്മാരെന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ്, സ്ഥിരബുദ്ധി ഉണ്ട്, അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞനായിരിക്കും. അപ്പൊ അതിന്റെ ഭാവാർത്ഥം നമുക്ക് ഒന്ന് വായിക്കാം. രാധിക മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. യോഗത്തിന്റെ പരമകാഷ്ഠയാണ് കൃഷ്ണാവബോധം എന്ന് ഈ ശ്ലോകം സ്പഷ്ടമാക്കുന്നുണ്ട്. കൃഷ്ണാവബോധം ഇന്ദ്രിയ ജയം സാധ്യമല്ല. മുൻ പറഞ്ഞ മഹർഷി ദുർവാസാവ് അംബരീഷ മഹാരാജാവുമായി വഴക്കിടുകയും അഹങ്കാരത്താൽ അനാവശ്യമായി കോപിക്കുകയും ചെയ്തു. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മറിച്ച് രാജാവാകട്ടെ ദുർവാസാവിനെ പോലെ ഒരു ശക്തനായ യോഗിയല്ലെങ്കിലും ഭഗവത് ഭക്തനായിരുന്നു. അദ്ദേഹം മഹർഷിയുടെ ദുർനയങ്ങളെ മൗനമായി സഹിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് അംബരീക്ഷ മഹാരാജാവ് വിജയിയായി. ആ രാജാവിന് ഇന്ദ്രിയ സംയമനം സാധിച്ചത് ഭാഗവതത്തിൽ 9:4-18 പ്രതിപാദിക്കപ്പെട്ട താഴെ ചേർക്കുന്ന ഗുണങ്ങൾ ഉണ്ടായിരുന്നതിനാലാണ്. സവൈമന കൃഷ്ണ പദാരവിന്ദയോർ ഭജാംസി വൈകുണ്ഠ ഗുണാനുവർണ്ണനെ കരോർഹരേ മന്ദിരമാർജനാദിഷു ശ്രുതിം ചകാരാച്യുത സത്കഥോദയേ മുകുന്ദലിംഗാലയ ദർശനേ ദൃശോ തദ്ഭൃത്യഗാത്ത സ്പർശേംഗ സംഗമം ഘ്രാണം ച തത്പാദ സരോജ സൗരഭേ ശ്രീമത് തുളസ്യാ രസനാം തദർപ്പിതേ പാദോ ഹരേ ക്ഷേത്ര പാദാനുസർപ്പണേ ശിരോ ഹൃഷീകേശ പദാഭിവന്ദനേ കാമം ച ദാസ്യേത് നതു കാമകാമ്യയാ. അംബരീക്ഷ മഹാരാജാവ് തന്റെ മനസ്സിനെ ശ്രീകൃഷ്ണ പാദാരവിന്ദങ്ങളിൽ ഉറപ്പിച്ചു.
ഉറപ്പിച്ചു. ഭഗവത് ധാമത്തെ വർണ്ണിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വാക്കുകളും, കൃഷ്ണന്റെ ക്ഷേത്രം ശുദ്ധീകരിക്കുന്നതിൽ കൈകളും, ഭഗവത് കഥാശ്രവണത്തിൽ കർണങ്ങളും, തദ്രൂപ ദർശനത്തിൽ കണ്ണുകളും, ഭക്തന്മാരുടെ ശരീര സ്പർശനത്തിൽ സ്വദേഹവും, തൃപ്പാദാർച്ചനയ്ക്ക് ഉപയോഗിച്ച പുഷ്പങ്ങൾ മണക്കുന്നതിൽ നാസികയ്ക്കും, ഭഗവാന് അർപ്പിച്ച തുളസികൾ ആസ്വദിക്കുന്നതിൽ രസനയും ഏർപ്പെട്ടു. കൃഷ്ണക്ഷേത്രങ്ങളുള്ള ദേശങ്ങളിലേക്ക് രാജാവിന്റെ കാലുകൾ നീങ്ങി. ശിരസ് ഭഗവാനെ പ്രണമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം കൃഷ്ണന്റെ അഭീഷ്ടങ്ങൾ മാത്രമായിരുന്നു. ഈ പറഞ്ഞ എല്ലാ ഗുണവിശേഷങ്ങളും അദ്ദേഹത്തിന് മത്പര ഭക്തനാകാൻ യോഗ്യത നേടിക്കൊടുത്തു. മത്പര എന്ന വാക്കിന് ഇവിടെ അത്യന്തം ഔചിത്യമുണ്ട്. എങ്ങനെ ഒരാൾക്ക് മത്പരനായി തീരാമെന്നതിന് ഒരു ഉത്തമ ഉദാഹരണമെത്രേ അംബരീക്ഷന്റെ ജീവിതം. മത്പര ശൃംഖലയിൽ ശ്രീല ബലദേവ വിദ്യാഭൂഷൺ എന്ന പണ്ഡിതാചാര്യൻ പറഞ്ഞിരിക്കുന്നു: മത് ഭക്തി പ്രഭാവേന സർവേന്ദ്രിയ വിജയപൂർവിക സ്വാത്മദൃഷ്ടി സുലഭേതി ഭാവ. കൃഷ്ണനെ ഭക്തിപൂർവം സേവിക്കുന്നത് കൊണ്ടേ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി കീഴടക്കുവാൻ വേണ്ടുന്ന ശക്തി ഉണ്ടാവൂ. അഗ്നിയെയും ഒരു ഉദാഹരണമായി പറയാറുണ്ട്. ആളിക്കത്തുന്ന തീനാളങ്ങൾ മുറിക്കുള്ളിൽ ഉള്ളതെന്തും ദഹിപ്പിക്കുന്നത് പോലെ യോഗിയുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന വിഷ്ണു ഭഗവാൻ സർവമാലിന്യങ്ങളെയും ഭസ്മീകരിക്കുന്നു. യോഗസൂത്രം നിർദ്ദേശിക്കുന്നതും വിഷ്ണുവിനെ ധ്യാനിക്കണമെന്നാണ്. ശൂന്യതയെ അല്ല, വിഷ്ണുമൂർത്തിയെ അല്ലാതെ ധ്യാനിക്കുന്ന നാമമാത്ര യോഗികൾ സാങ്കല്പിക പ്രതിഭാസങ്ങളെ ആരാഞ്ഞ് സമയം പാഴാക്കുകയാണ്. നമ്മൾ കൃഷ്ണാബോധമുള്ളവരാകണം, ഭഗവത് ഭക്തരാവണം. അതാണ് യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ കൃഷ്ണ. എത്ര നല്ല വേർഡ്സ് ആണെന്ന് നോക്കിയേ. നമ്മൾ കിട്ടിയിരിക്കുന്ന എക്സാമ്പിൾ ആരാണ്? അംബരീഷ് മഹാരാജാവിന്റെ ആണ്. നമ്മൾ പലതവണ പറഞ്ഞതാണ്. ഇത് ഈ വേഴ്സിൽ ഇത് പ്രത്യേകം എടുത്ത് പറഞ്ഞത് കൊണ്ട് നമുക്കത് ഒന്നുകൂടെ പറയേണ്ടി വരും. അംബരീഷ് മഹാരാജാവ് ആരായിരുന്നു? ഒരു രാജർഷി ആയിരുന്നു അല്ലേ? അദ്ദേഹം എന്താണ്? ഒരു രാജാവാണ്. അതായത് ഒരു ദേശത്തിന്റെ ഒരു ചക്രവർത്തിയാണ്. അതിന്റെ കംപ്ലീറ്റ് ഉത്തരവാദിത്വം ഒരു രാജ്യത്തിന്റെ ഉണ്ട്, പിന്നെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഉണ്ട്. എന്നിരുന്നാൽ തന്നെ അദ്ദേഹം ഒരു ഋഷി തുല്യനായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ്. നവവിധ ഭക്തിയിലെ എല്ലാ ഭക്തിയും ഒരേപോലെയുള്ള ആളാണ് അംബരീഷ് മഹാരാജാവ് അല്ലെ? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ഇതും ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് അംബരീഷ് മഹാരാജാവ്. അപ്പൊ അംബരീഷ് മഹാരാജാവിന്റെ പറ്റിയുള്ള ഭാഗവത്തിൽ പറയുന്ന ആ ശ്ലോകം എന്ന് പറയുന്നത് കാണാതെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ലതായിരുന്നു. കാര്യം അത്രയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ രാജാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഈ രാജാവ് കഴിയുന്നതെന്നല്ലേ. അപ്പൊ അദ്ദേഹത്തിന് അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുണ്ട് വളരെയധികം സാധിച്ചു. പക്ഷെ മഹാദേവന്റെ തന്നെ അംശാവതാരമായ ദുർവാസാവിന് സാധിച്ചോ? ഇല്ല. അതാണ് ഒരു ഭഗവത് ഭക്തന്റെ മേൽമ. അതായത് ദുർവാസാവിനെ ഇന്ദ്രനും അങ്ങനെയൊക്കെയുള്ള ആൾക്കാര് എന്താണ് ഇളക്കി വിട്ടു. അവിടെ വലിയ ഒരു ഭക്തനാണെന്ന് പറഞ്ഞ ഒരാൾ നടക്കുന്നുണ്ട്. അപ്പം ഇന്ദ്രന് പേടിയാണ്, ആരെങ്കിലും ഒരു ഭക്തനൊക്കെ ആകുകയാണ് ഇന്ദ്രന്റെ പൊസിഷൻ പോകുമെന്ന് പേടിയാണ്. അപ്പം നമ്മളുടെയൊക്കെ മനസ്സിന്റെ പ്രതീകമാണ് പലരുടെയും ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. അപ്പൊ ഇന്ദ്രൻ അങ്ങനെ ഈ ദുർവാസാവിനെ അവിടുന്ന് ഇളക്കി വിട്ടു. ദുർവാസാവ് ഇങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അന്ന് ഏകാദശി ദിവസമാണ്. ഇദ്ദേഹം എല്ലാ ഏകാദശി നിർജ്ജല ഏകാദശിയായിട്ടാണ് എടുക്കുന്നത്. അപ്പം ദുർവാസാവ് വന്ന സമയത്ത് ഏകദേശം പാരണയുടെ സമയമായിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ദുർവാസാവ് പറഞ്ഞു, ഞാൻ ഗംഗാ സ്നാനം ചെയ്തിട്ട് വരാം, അപ്പൊ ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പാരണ വിടാമെന്ന് പറഞ്ഞു. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു? പരിചാരകരോടെല്ലാം പറഞ്ഞ് പാരണയ്ക്കുള്ള കാര്യങ്ങളെല്ലാം അവിടെ ശരിയാക്കി വെച്ചിരിക്കുകയാണ്. മഹർഷി വരുന്നത് നോക്കി കഴിഞ്ഞ് നോക്കിയപ്പം പാരണ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പാരണ വിടേണ്ട സമയത്ത് വീടിരിക്കണം. ആ ഒരു പീരീഡ് ഓഫ് ടൈം ഞാൻ ഗ്രൂപ്പിൽ ഇടാറുണ്ടായിരുന്നു. നമ്മൾ അതിനുള്ളിൽ തന്നെ പാരണ വീടണം, ബ്രേക്ക് ചെയ്യണം. അത് ഇന്ന് മുൻപേയും പാടില്ല, അതിനുശേഷവും പാടില്ല. അപ്പൊ എന്ത് ചെയ്തു? അംബരീഷ് മഹാരാജാവ് അവിടെ ഇരുന്ന തപസ്സികളോട് പറഞ്ഞു, എന്ത് ചെയ്യും? പാരണ ബ്രേക്ക് ചെയ്യണം. നമ്മൾ ആചാര്യന്മാർ ഭഗവാനോടും തന്നെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും എന്താണ് നമ്മൾ ഇത്രയും നാളും മുടങ്ങാതെ പോന്നിരുന്ന ഒരു തപസ്യ ഈ ദുർവാസാവ് മനഃപൂർവ്വം താമസിച്ചാണോ ഇല്ലയോ എന്നൊന്നും അംബരീഷിന് അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ അവരൊക്കെ ആചാര്യന്മാരെ നിർദ്ദേശിച്ചു, നീ എന്ത് ചെയ്യണം? ഒരു ജലം മാത്രം സേവിച്ചിട്ട്, നിർജ്ജലമല്ലേ, അപ്പൊ ജലം സേവിച്ചിട്ട് പാരണ വീട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഒരു തുള്ളി ഗംഗാജലം എടുത്ത് നാക്കിൽ വെക്കുകയും അതേ സമയത്ത് ദുർവാസാവ് അവിടെ ആഗതനാകുകയും ചെയ്തു. അപ്പം നീ എന്നോട് പറഞ്ഞ വാക്ക് തെറ്റിച്ചു,
അപ്പൊ അതുകൊണ്ട് നീ ശിക്ഷയ്ക്ക് അർഹനാണ്. എന്താണ്, ഒരുമിച്ച് പാരണ വിടാന്ന് പറഞ്ഞിട്ട് എന്നെ കൂടാതെ നീ പാരണ വിടാൻ ഒരുങ്ങി എന്ന് പറഞ്ഞ് ഈ ഏകാദശി എടുത്തിരിക്കുന്ന ഇത്രയും ഈ അതായത് ഏകാദശിക്ക് എടുക്കുന്ന എവിടെയാണ്? ഈ ആശ്രമം പോലെ പർണശാലയൊക്കെ കെട്ടി അവിടെ ദർഭമൊക്കെ വിരിച്ചിട്ടാണ് അന്നത്തെ ദിവസം കിടന്നുറങ്ങുന്നത്. അല്ലാതെ കൊട്ടാരത്തിലെ സപ്രപഞ്ച കട്ടിലിൽ കിടന്നല്ല അദ്ദേഹം ചെയ്യുന്നത്. ഋഷിമാരുടെ ഒപ്പമാണ് സത്സംഗം കൂടി ഇരുന്നാണ് ഏകാദശി എടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, ചില ഏകാദശി ഇടുന്ന ചിലർ ഉറങ്ങിയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അത്രയും കഠിനമായ ഏകാദശി എടുക്കുന്ന ഒരു ഭക്തനോട് എന്താണ് ചെയ്തത്? ദുർവാസാവിന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ ദുർവാസാവിന് പറ്റിയില്ല. ഉടനെ ദുർവാസാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ജഡ എടുത്തിട്ട് വലിച്ച് താഴേക്ക് എറിഞ്ഞു. ആ ജഡയിൽ നിന്ന് കൃതിക എന്ന് പറഞ്ഞ ഒരു അത്യുഗ്ര മൂർത്തി, ദുർമൂർത്തി, ഒരു ഒരു രാക്ഷസി പോലുള്ള ഒരു 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 ദേവി, അതായത് ദുർദേവതയാണ്. ആ ദുർദേവത അവിടെ ആവിർഭവിച്ചു. അത് അംബരീഷ് മഹാരാജിനെ അത് വധിക്കാനായിട്ട് അങ്ങ് അടുത്തു, പാഞ്ഞടുത്തു. അടുത്ത് കഴിഞ്ഞപ്പോൾ അംബരീഷ് മഹാരാജന് എന്തെങ്കിലും പേടി ഉണ്ടായോ? ഇല്ല, ഞാൻ മഹർഷിയോട് കാണിച്ച് അപരാധമായല്ലോ, അപ്പൊ എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്നുള്ള നിസ്സംഗ ഭാവത്തോടു കൂടി അദ്ദേഹം നിൽക്കുകയായിരുന്നു. പക്ഷേ ഇതേ സമയത്ത് അവിടെ വേറൊരാള് പ്രത്യക്ഷപ്പെട്ടു, അത്യുഗ്ര തേജസ്സോടുകൂടെ. കോടിക്കണക്കിന് സൂര്യന്മാര് ഉദിച്ചു വരുന്ന പോലെ പ്രഭയോടുകൂടി ഒരാൾ അവിടെ വന്നു. എല്ലാവർക്കും നല്ല ദർശനം കൊടുക്കുന്ന ഒരാളാണ്. അതാരാണ്? സുദർശനം അല്ലെ? സുദർശനം എന്ന് പറഞ്ഞാൽ നല്ല ദർശനം കൊടുക്കുന്ന ആളല്ലേ. ആ സുദർശനം അവിടെ വന്നു, കൃതികയെ നിഷ്പ്രയാസം വധിച്ചു. വധിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അത് ആരുടെ നേരെ തിരിഞ്ഞു? ദുർവാസാവിന്റെ നേരെ തിരിഞ്ഞു. അപ്പൊ ദുർവാസാവ് ഇങ്ങനെ പ്രണമിക്കാനൊക്കെ ശ്രമിക്കുന്നു. പക്ഷെ സുദർശൻ അത് വല്ലതും വകവച്ചോ? ഇല്ല. സുദർശൻ ഇങ്ങനെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. ദുർവാസാവിന് അവിടുന്ന് ഓടേണ്ടി വന്നു. ഓടി ഓടി ത്രിലോകങ്ങളിലെല്ലാം പോയി, ഒരു രക്ഷയില്ല. ബ്രഹ്മലോകത്ത് ചെന്നു. ബ്രഹ്മദേവന്റെ അടുക്ക് ചോദിച്ചപ്പോൾ ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? സുദർശനെ കണ്ടപ്പോഴത്തേനും പേടിയായി. സുദർശനെ നമസ്കരിച്ചു. നേരെ കൈലാസനാഥന്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സുദർശനമാണോ എൻ്റെ അടുത്ത്? എക്സ്ക്യൂസ് മീ, ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിലായി മഹാദേവന്റെ. അപ്പൊ മഹാദേവൻ എന്ത് ചെയ്തു? സുദർശനത്തെ നമസ്കരിച്ചു. കാര്യം വൈഷ്ണവർ വരുമ്പം എന്താണ്, വൈഷ്ണവരെ നമസ്കരിക്കുന്ന മറ്റൊരു വൈഷ്ണവന്റെ ഇതാണ്. മഹാദേവൻ ആരാണ്? വൈഷ്ണവാനാം യഥാശംഭു. അദ്ദേഹത്തിന്റെ അംശാവതാരം ആയിട്ട് കൂടി ദുർവാസാവിനോട് ക്ഷമിച്ചില്ല. ആര്? ദുർവാസാവിനോട് ഒരു കരുണ ചൊരിയാണ്ട് മഹാദേവൻ തയ്യാറായിട്ടില്ല. കാര്യം ആരാണ് വന്നിരിക്കുന്നത്? ഒരു വൈഷ്ണവനാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? നേരെ വൈകുണ്ഠനാഥനെ പോയി കണ്ടു. അദ്ദേഹത്തിനെയാണ് ഈ സുദർശനം അല്ലെ. അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുമായിരിക്കും എന്ന് പറഞ്ഞ് നേരെ വൈകുണ്ഠത്തിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് എന്താണ് സംഭവിച്ചത്? അത് വൈകുണ്ഠനാഥൻ പറഞ്ഞു, അതായത് ഇപ്പൊ എന്റെ നിയന്ത്രണത്തിലല്ല സുദർശനം അല്ലേ. എന്റെ കയ്യിൽ നിന്ന് പോയിട്ടേ കുറെ നാളുകളായി അല്ലേ. എന്താണ് സംഭവിച്ചത്? ഞാൻ എൻ്റെ ഭക്തന്മാർക്ക് എന്നെ തന്നെ അടിയറവ് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പം എന്താണ്? സുദർശനം അവരുടെ കൂടെയാണ്. അത് അവരാണ് യജമാനൻ അല്ലേ, ഞാനല്ല യജമാനൻ. എൻ്റെ ഭക്തന്മാരാണ് എന്നെക്കാളും എന്താണ് മേന്മയുള്ളവര്. അപ്പൊ അവരുടെ നിയന്ത്രണത്തിലാണ് സുദർശൻ എന്ന് ഭഗവാൻ പറയുകയാണ് അല്ലേ. അപ്പൊ എന്താണ്, അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. എന്താണ്, ഞാൻ ഓർക്കുന്നില്ല ആ ശ്ലോകം. അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ സ്വതന്ത്രനല്ല. കാര്യം എന്താ? ഭക്തന്മാർ എന്നെ ഭക്തി കൊണ്ട് വരിഞ്ഞു കെട്ടി മുറുക്കിയിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താണ്, അവരുടെ എന്താണ് ദാസനായി മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ സുദർശനം എൻ്റെ കയ്യിൽ നിന്നേ പോയി. അപ്പൊ ഇത് ആരാണ് വിട്ടതെന്ന് അവരുടെ അടുത്തേക്ക് ചെല്ലുവോ? എൻ്റെ കയ്യിലല്ല സുദർശനം. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു? നേരെ ദുർവാസാവിന് അദ്ദേഹത്തിന്റെ അഹങ്കാരമൊക്കെ മാറ്റി വെച്ചിട്ട്, ക്രോധം എല്ലാം മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്തു? അംബരീഷ് മഹാരാജിന്റെ അടുക്ക ചെന്ന് എന്ത് ചെയ്തു? അദ്ദേഹം വണങ്ങി മാപ്പ് പറയാണ്ട് ചെന്നപ്പോൾ അംബരീഷ് മഹാരാജ തടുത്തു. അങ്ങേപോലെ ഒരാൾ ഒരിക്കലും എന്നോട് ക്ഷമ പറയാനായിട്ട് ക്ഷമ ചോദിക്കരുത്. കാര്യം ഞാൻ അതിനൊട്ടും യോഗ്യനല്ല. ഞാനാണല്ലോ അങ്ങേ ഈ ഒരു പ്രതിസന്ധിയിലാക്കിയത്. അതുകൊണ്ട് സുദർശനത്തെ പ്രാർത്ഥിച്ചു. സുദർശനത്തോട് മടങ്ങിപ്പോകാനായിട്ട് പറഞ്ഞു. അങ്ങനെ സുദർശനം അംബരീഷ് മഹാരാജാവിനെ വന്ദിച്ചിട്ട് മടങ്ങിപ്പോയി. അപ്പം അംബരീഷ് മഹാരാജാവ് എന്ത് ചെയ്യാണ്? തിരിച്ച് ദുർവാസാവിനോട് ക്ഷമ ചോദിക്കുകയാണ്. ഇവിടെ എന്താണ് നമ്മൾ കണ്ടത്? ഒരു ഭഗവത് ഭക്തൻ അല്ലേ. തിരിച്ചു വേണേ ദുർവാസാവിന് ശപിച്ചപ്പോൾ വേണേ തിരിച്ച് അങ്ങോട്ട് 2 ശാപം കൊടുക്കാമായിരുന്നു അംബരീഷ് മഹാരാജ്. അങ്ങനെ ചെയ്തോ? ഇല്ല. കാര്യം അത്രയും ആ ഭഗവാന്റെ ആ എത്രയും പൊട്ടൻസി ആർക്ക് വന്നിട്ടുണ്ട്? അംബരീഷ് മഹാരാജാവിന്. പക്ഷെ ആ ഒരു ഭക്തിയുടെ അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണ്. തിരിച്ച് ദുർവാസാവിനോട്, എന്നാൽ ഞാൻ വലിയ പവർഫുൾ ആളാണ്, എൻ്റെ കയ്യിലാണ് സുദർശനം ഇരിക്കുന്നത്, നിനക്കിട്ട് ഞാൻ 2 പണി തരാം, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. അപ്പൊ അതാണ് ഭഗവത് ഭക്തന്മാരുടെ ക്വാളിറ്റി. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഈ 1 വർഷക്കാലം എന്ത് ചെയ്തു? വെറും ഗംഗാജലം മാത്രം സേവിച്ചുകൊണ്ട് കൊട്ടാരത്തിൽ പോലും പോകാതെ ആ ഗംഗാതീരത്തുള്ള പർണശാലയിലായിരുന്നു ഇരുന്നത്. കാര്യം എന്താണ്? ദുർവാസാവ് തിരിച്ചെത്തണം.
തിരിച്ചെത്താതെ ഇദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിനോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അല്ലേ, നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന്. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഒരു വർഷക്കാലം, അതായത് ദുർവാസാവ് പോയത് ഒരു ദിവസമാണെങ്കിലും അത് ഭൗതിക ലോകത്തിൽ ഒരു വർഷം കഴിഞ്ഞു പോയി. ദേവവർഷം ഒരു വർഷം, ഇവിടെ ഭൗതിക ലോകത്ത് ഒരു വർഷം, ദേവവർഷം ഒരു ദിവസമാണ്. അപ്പൊ അങ്ങനെ ആ ഒറ്റ വർഷക്കാലം അദ്ദേഹം ഒരു തുള്ളി പാനീയം മാത്രം കഴിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഗംഗാതീരത്ത് ധ്യാനത്തിലിരുന്നു. കാര്യം അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ ഈ ഭക്തന് വിഷമം ഉണ്ടാക്കിയല്ലോ എന്നോർത്തിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ദുർവാസാവ് പറഞ്ഞു, ഇത്രയും വലിയ ഭക്തനെ കണ്ടു കിട്ടുവോ എവിടെയെങ്കിലും? ഭഗവാൻ മാത്രമേ ഇതുപോലുള്ള ഭക്തന്മാരെ സൃഷ്ടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പൊ അങ്ങനെ അംബരീഷ് മഹാരാജ് തന്റെ മനസ്സിനെ ശ്രീകൃഷ്ണ പാതാരവിന്ദങ്ങളിൽ ഉറപ്പിച്ചു. ഭഗവത് നാമത്തെ വർണ്ണിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വാക്കുകളും, കൃഷ്ണന്റെ ക്ഷേത്രം ശുദ്ധീകരിക്കുന്നതിൽ കൈകളും, ഭഗവത് കഥാശ്രവണത്താൽ കർണങ്ങളും, തദ്രൂപ ദർശനത്തിൽ കണ്ണുകളും, ഭക്തന്മാരുടെ ശരീര സ്പർശനത്തിൽ സ്വദേഹവും, ത്വൽപാദാർച്ചനയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾ മണക്കുന്നതിൽ നാസികയും, ഭഗവാൻ അർപ്പിച്ച തുളസീദളങ്ങൾ ആസ്വദിക്കുന്നതിൽ രസനയും ഏർപ്പെട്ടു. കൃഷ്ണക്ഷേത്രങ്ങളുള്ള ദേശങ്ങളിലേക്ക് രാജാവിന്റെ കാലുകൾ നീങ്ങി ശിരസ് ഭഗവാനെ പ്രണമിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹം കൃഷ്ണന്റെ അഭീഷ്ടങ്ങൾ നിറവേറ്റുന്നതിൽ മാത്രമായിരുന്നു. ഈ പറഞ്ഞ എല്ലാ ഗുണവിശേഷങ്ങളും അദ്ദേഹത്തിന് മത്പര ഭക്തനാവാൻ യോഗ്യത നേടിക്കൊടുത്തു. ഈ പറഞ്ഞ ഗുണവിശേഷങ്ങൾ, അദ്ദേഹത്തിന്റെ ഓരോ ഇന്ദ്രിയങ്ങളെ അദ്ദേഹത്തിന് എന്തിനാണ് ഉപയോഗിച്ചത്? ഭഗവത് കാര്യങ്ങൾക്ക് വേണ്ടി. പഞ്ചേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെ എല്ലാത്തിലെയും ഭഗവാനിലേക്ക് തിരിച്ചു വിട്ടു. നമുക്കിത് പറ്റുമോ? നമുക്കിത് പറ്റും. ഈ ഒരു തോതിൽ പറ്റിയില്ലെങ്കിലും നമ്മൾക്കും സാധ്യമാകും. അതിന്റെ ആ ഒരു പ്രാക്ടീസാണ് നമ്മൾക്ക് ചെയ്യുന്നത് അല്ലെ? ഇതേ രീതിയിൽ അംബരീഷ് മഹാരാജാവിനെ പോലും പറ്റിയില്ലെങ്കിലും ഇവരൊക്കെ നമുക്ക് ലെജൻഡറി ആണ്, ഇവരൊക്കെ മാതൃകയാണ് നമുക്കല്ലേ. രാജാവിന് അത്രയും റെസ്പോൺസിബിലിറ്റിയിൽ രാജാവിന് ഇത് സാധിക്കും. അതുപോലെ തന്നെ അസുരന്റെ പുത്രനായിട്ട് ജനിച്ച 5 വയസ്സുള്ള പ്രഹ്ലാദന് സാധിച്ചു അല്ലെ? ധ്രുവ മഹാരാജന് സാധിച്ചു, 5 വയസ്സുള്ള ഒരു കുട്ടിക്ക് സാധിച്ചു. പിന്നെ എന്തുകൊണ്ട് നമുക്ക് സാധിച്ചുകൂടാ? നമ്മളുടെ എന്താണ് ആ ഒരു ശ്രമം മാത്രം മതി, അല്ലെങ്കിൽ ശ്രദ്ധ വേണം. ഇത് രണ്ടും മതി അല്ലെ? മത്പര എന്ന വാക്കിന് ഇവിടെ ഒരുപാട് അർത്ഥമുണ്ട് അല്ലെ? അപ്പൊ അംബരീഷന്റെ ജീവിതം തന്നെ നമ്മൾ അതിനെ കാണിച്ച്, കൃഷ്ണനെ ഭക്തിപൂർവ്വം സേവിക്കുന്നതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ സമ്പൂർണ്ണമായി കീഴടക്കാൻ വേണ്ടുന്ന ശക്തി ഉണ്ടാകുകയുള്ളൂ. അപ്പൊ ഭഗവാനെ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, ഋഷികേശ സേവനം ഭക്തി രുച്ചതേ. ഭഗവാനെ സേവിക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. വിഷ്ണു ഭഗവാൻ എന്താണ്? ഒരു അഗ്നി മാതിരി എന്താണ്, സർവ്വ മാലിന്യങ്ങളെ ഹൃദയത്തിലുള്ളത് ഭസ്മീകരിക്കുന്നു. അപ്പം യോഗസൂത്രം വരെ പറയുന്നത് വിഷ്ണുവിനെ ധ്യാനിക്കണമെന്നാണ് അല്ലെ? അപ്പൊ നമ്മൾ കൃഷ്ണാവബോധമുള്ളവരാകണം, ഭഗവത് ഭക്തന്മാരാകണം. യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം അതാണ്. അപ്പൊ യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ കൃഷ്ണഭക്തന്മാരാകണം, കൃഷ്ണനെ സേവിക്കണം. അതാണ് എന്താണ് ഉയർന്ന സ്റ്റേജിലുള്ള ആ ഒരു ജീവിതം അല്ലെ? നമ്മൾ യോഗയുക്തനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ അടുത്ത ശ്ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 62. ധ്യായതോ വിഷയാൻ പുംസാ സംഗസ്തേഷുപജായതേ സംഗാൽ സംജായതേ കാമാത് ക്രോധോഭിജായതേ. ധ്യായതോ വിഷയാൻ പുംസാ സംഗസ്തേഷുപജായതേ സംഗാൽ സംജായതേ കാമാത് ക്രോധോഭിജായതേ. ധ്യായതോ വിഷയാൻ പുംസാ സംഗസ്തേഷുപജായതേ സംഗാൽ സംജായതേ കാമാത് ക്രോധോഭിജായതേ. ഹരേ കൃഷ്ണ. രതിദേവി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. റോജി ഒരു ഇച്ചിരി സൗണ്ട് കൂടെ ഉണ്ട്, അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ. ധ്യായതേ വിഷയാൻ പുംസ സംഗസ്തേഷുപായതേ സംഗാസം ജായതേ കാമാക്രോധാഭിജായതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ധ്യായതോ വിഷയാൻ പുംസാ സംഗസ്തേഷുപജായതേ സംഗാൽ സംജായതേ കാമാൽ ക്രോധോ അഭിജായതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ കൃഷ്ണ. ഭാരതി മാതാജി. കൃഷ്ണ പ്രഭു.
ഓം നമോ ഭഗവതേ വാസുദേവായ. ധ്യായതോ വിഷയാൻ പുംസാ സംഗസ്തേഷുപജായതേ. സംഗ സംജായതേ കാമ കാമാത് ക്രോധോ അഭിജായതേ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ശിലപ്രഭാതരുടെ പദാനുപദ തർജ്ജമ. ജയ് ശിലപ്രഭാത്. വിഷയാൻ വിഷയങ്ങളെ, ധ്യായത ധ്യാനിക്കുന്ന, പുംസ പുരുഷന്, തേഷു അവയിൽ, സംഘ ഉപജായതേ സംഘം അല്ലെങ്കിൽ ആസക്തി ഉണ്ടാകുന്നു, സംഘ സംഘത്തിൽ നിന്ന്, കാമ കാമം, സംജായതേ ഉദ്ഭവിക്കുന്നു, കാമാത് കാമത്തിൽ നിന്ന്, ക്രോധ ക്രോധം, അഭിജായതേ ജനിക്കുന്നു. വിവർത്തനം ഭാവാർത്ഥം. ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശിലപ്രഭാത്. ജയ ശിലപ്രഭാത്. ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. ആസക്തിയിൽ നിന്ന് കാമവും അതിൽ നിന്ന് ക്രോധവും ഉളവാകുന്നു. അപ്പൊ ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയിൽ ആസക്തി ഉണ്ടാകുന്നു. അത് ഓട്ടോമാറ്റിക്കലി ആസക്തി വരും അല്ലേ. നമ്മൾ എന്താണ്, നാവിൻ്റെ രുചിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ മൂക്കിൽ നല്ല ഒരു ഇതൊക്കെ ഫ്രൈ ഒക്കെ പൊരിക്കുന്ന ഒരു കടയുടെ അതുവഴി പോയി. അപ്പോൾ അവിടെ നമുക്ക് എന്താണ്, മൂക്ക് നല്ല സ്മെല്ല് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വറുത്ത് പൊരിച്ചതൊക്കെ നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ കയറി. അത് കഴിഞ്ഞപ്പോൾ എന്താണ്, അത് ഉള്ളിലേക്ക് ചെന്നപ്പോഴത്തേന് എന്താണ്, നാവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുമ്പോൾ ഉള്ളിലേക്ക് വയറ് കേടായിപ്പോയി. ഒരു 4-5 ദിവസം എന്ത് ചെയ്തു, ആശുപത്രിയിലായിപ്പോയി അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഇന്ദ്രിയ വിഷയങ്ങളിൽ നമ്മൾ ആസക്തി ഉണ്ടായി അല്ലേ. ആസക്തി ഉണ്ടായി, ആസക്തിയിൽ നിന്ന് കാമവും. അപ്പം നമ്മൾ ആഗ്രഹങ്ങൾ ഉണ്ടാകുകയാണ്, ആസക്തിയിൽ നമുക്ക് കാമം ഉണ്ടാകുകയാണ് അല്ലേ. അത് പല എക്സാമ്പിൾ ഉണ്ട്. ഓരോ അവയവങ്ങൾ കൊണ്ട് നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലേ. അതിനെല്ലാം ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് എന്താണ് ഉണ്ടെന്ന്, ആസക്തി ഉണ്ടാകുന്നു. അതിനോട് ആസക്തിയിൽ നിന്ന് എന്താണ്, കാമം ഉണ്ടാകുന്നു, ആഗ്രഹം ഉണ്ടാകുന്നു. ആഗ്രഹത്തിൽ നിന്ന് എന്താണ്, ആഗ്രഹം സാധിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ്, ക്രോധവും ഉണ്ടാകുന്നു അല്ലേ. അപ്പം എന്താണ്, അപ്പൊ ഇതിനെപ്പറ്റി ഇതിന്റെ ഭാവാർത്ഥം എന്താണ് നമുക്ക് നോക്കാം. ഭാവാർത്ഥം നമുക്ക് ഇനി വായിക്കാൻ പറ്റുന്നവരാണ്. സുജന മാതാജി. മാതാജി ഇല്ല. അങ്ങനെയാണെങ്കിൽ പത്മ മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഭാവാർത്ഥം. കൃഷ്ണാവബോധമില്ലാത്തവർ ഇന്ദ്രിയ വിഷയങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഭൗതിക തൃഷ്ണയ്ക്ക് വശപ്പെടുന്നു. ഇന്ദ്രിയങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അതീന്ദ്രിയ പ്രേമാത്മകമായ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നില്ലെങ്കിൽ അവ തീർച്ചയായും ഭൗതികതയെ സേവിക്കാൻ തുടങ്ങും. ഈ ഭൗതിക ലോകത്തിൽ പരമശിവനും ബ്രഹ്മാവും സ്വർഗലോകവാസികളായ ദേവന്മാരുടെ കഥ പറയാനില്ല. ഉൾപ്പെടെ ഏവരും ഇന്ദ്രിയ വിഷയങ്ങൾക്ക് വശപ്പെട്ടവരാണ്. ഈ ജീവിത പ്രശ്നത്തിന് കൃഷ്ണാവബോധം ഉൾക്കൊള്ളുക മാത്രമേ പരിഹാരമുള്ളൂ. പരമശിവൻ സമാധിസ്ഥനായിരുന്നിട്ടും പാർവതീദേവി അദ്ദേഹത്തിൽ ഇന്ദ്രിയ സുഖേച്ഛയെ ഉണർത്തുകയും തത്ഫലമായി കാർത്തികേയൻ ജനിക്കുകയും ഉണ്ടായി. ഹരിദാസ് ഠാക്കൂർ ഭഗവാന്റെ യുവഭക്തനായിരുന്നപ്പോൾ മായാദേവിയുടെ അവതാരം പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും കൃഷ്ണ ഭഗവാനിലുള്ള കറയറ്റ ഭക്തി മൂലം ഹരിദാസൻ ആ പരീക്ഷണത്തിൽ നിഷ്പ്രയാസം വിജയിക്കുകയാണ് ഉണ്ടായത്. യമുനാചാര്യന്റെ മുമ്പ് ഉദ്ധരിച്ച പദ്യത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളതുപോലെ ആത്മാർത്ഥതയുള്ള ഒരു ഭക്തൻ ഭഗവത് സമ്പർക്കത്തിൽ ഉണ്ടാകുന്ന ആത്മീയാനന്ദം ആസ്വദിക്കുന്നതിനാൽ എല്ലാ ഭൗതിക സുഖങ്ങളെയും അവഗണിക്കുന്നു. അതത്രേ ഭക്തന്റെ വിജയരഹസ്യം. അതിനാൽ കൃഷ്ണാവബോധം ഉദിക്കാത്ത ഒരാൾ ഇന്ദ്രിയങ്ങളെ കൃത്രിമമായി നിരോധിക്കാൻ കരുത്തുറ്റവനായാലും ശരി, ഒടുവിൽ തോൽവിയടയുകയേ ഉള്ളൂ. ഇന്ദ്രിയസുഖത്തെക്കുറിച്ചുള്ള ഒരു നേരിയ ചിന്ത പോലും അയാളെ അസ്വസ്ഥനാക്കി കാമപൂർത്തിയിലേക്ക് നയിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൽ. അപ്പം നമ്മൾ ഇതേ സാഹചര്യത്തിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ എടുത്താണ്, സവിതാ മാതാജിക്ക് അറിയിക്കുന്ന ഞാൻ ദ്വാരകാധാമിൽ എടുത്താണ്. നമ്മൾ ആ സമയത്ത് നമ്മൾ ക്രോധം ഉണ്ടായ വേറൊരാളെ പറ്റി നമ്മൾ ഇതിഹാസമായ രാമായണത്തിൽ കണ്ടിരുന്നു. ആരെ, ലക്ഷ്മണന് ക്രോധം ഉണ്ടായി അല്ലെ, ലക്ഷ്മണോപദേശം. അതിന്റെ സന്ദർഭം എന്താണ്, വനവാസത്തിന് പോകാനായിട്ട് ദശരഥൻ കൈകേയി പറഞ്ഞതിന് പ്രകാരമായിട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ കൗസല്യാദേവിയുടെ അടുക്കൽ യാത്ര പറയാൻ ചെല്ലുന്ന സമയത്ത് കൗസല്യാദേവി വാവിട്ട് കരഞ്ഞ് ആ ഒരു സന്ദർഭത്തിൽ ഞാനിവിടെ കൂടി നിന്റെ കൂടെ പോരും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ
സ്വാപജ്ഞി എന്നുള്ള അധികാരം വെച്ചിട്ട് ഞാൻ രാജാവിനോട് എനിക്ക് എൻ്റെ അവകാശം ഞാൻ ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു അവസരത്തിൽ ലക്ഷ്മണന് നിയന്ത്രിക്കാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ലക്ഷ്മണോപദേശം കൊടുത്തു അല്ലെ. വത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം, മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കുന്നത് മുന്നമേ. ഞാനടോ നിന്നുള്ളിൽ എപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും. അങ്ങനെ പറഞ്ഞ് തത്ര കാമക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നത് നീ അറിയണം അല്ലെ. ഇപ്പൊ കാമം, ക്രോധം, ലോഭം, മോഹം, മതമത്സരാദികൾ ശത്രുക്കളാണെന്ന് നീ അറിയണം. അതുകൊണ്ട് എന്താണ്, നീ ഈ ശത്രുക്കളെ ജയിക്കണം എന്ന് പറഞ്ഞിട്ട് ക്രോധം നിമിത്തമഹം ബുദ്ധി കൈക്കൊണ്ട് മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഡ്യോഹം എന്നാമരെഴുതം കലർന്നിടും ദശാന്തരേ എന്ന് പറഞ്ഞ് ആ ക്രോധം നിമിത്തം കൊണ്ട് എന്തെല്ലാം നിമിഷ നേരം കൊണ്ട് എന്താണ് സ്വന്തം പിതാവിനെ വധിക്കും, മാതാവിനെ വധിക്കും. അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ക്രോധ നിമിത്തം ഓരോരുത്തരും ഉണ്ടാക്കുന്നത് അല്ലെ. അതുപോലെ കാമനിമിത്തം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ 60,000 വർഷം തപസിരുന്ന വിശ്വാമിത്രന്റെ എന്താണ് ആ തപശക്തി മുഴുവനും അവിടെ വന്ന് മേനക വന്ന് 2 തരികിട തിമി 2 വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ പോയി, അദ്ദേഹത്തിന്റെ അത്രയും നാളത്തെ തപശക്തിയും പോയി. അങ്ങനെ മേനകയിൽ ഒരു പുത്രനെല്ലാം ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്ത് ചെയ്തു? വീണ്ടും അദ്ദേഹം തപസ് ആരംഭിച്ചു. അന്നൊക്കെ 1,00,000 വർഷ വയസ്സായിരുന്ന ആയുസ്. വീണ്ടും ഒരു 10,000-30,000 വർഷം തപസിരുന്ന് കഴിഞ്ഞപ്പോൾ രംഭ വന്ന് 2 ഡാൻസ് കളിച്ചപ്പം വീണ്ടും അദ്ദേഹത്തിന്റെ പോയി. അദ്ദേഹത്തിന്റെ സാധനയും എല്ലാം പോയി, കാമത്തിന്റെ അടിമയായി പോയി. അങ്ങനെ ഒരുപാട് വ്യക്തികളെ നമുക്ക് പുരാണത്തിൽ കാണാനായിട്ട് സാധിക്കും അല്ലെ. ഇതേപോലെ കാമത്തിന് അടിമയായവര്, ക്രോധത്തിന് അടിമയായവര്, ക്രോധത്താൽ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു അല്ലെ. ഒരു ക്രോധം നിയന്ത്രിക്കാൻ പറ്റാതെ അല്ലേ എന്തെല്ലാം നമ്മൾ വാർത്തകൾ കാണിച്ചു. വെറും 10 രൂപയുടെ വേണ്ടിയിട്ട് വാക്കേറ്റം ഉണ്ടായി, കത്തിക്കുത്ത് നടത്തി എത്രയോ പേര് മരിച്ചായിട്ട് കണ്ടല്ലേ. പിന്നെ സ്വത്ത് തർക്കം, വീട്ടിൽ അച്ഛനും മക്കളുമായിട്ട് സ്വത്ത് തർക്കം, അല്ലെങ്കിൽ അയൽവക്കക്കാരുമായിട്ട് അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ട്, അതിനു വേണ്ടിയിട്ട് ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് നമ്മളിത് കൊണ്ടുപോകത്തില്ലല്ലോ അല്ലേ. 6 അടി മണ്ണ് അല്ലെ, 6 അടി മണ്ണ് ഇപ്പൊ അതും വേണ്ട, ഒരു മിഷനിലേക്ക് കയറ്റി അങ്ങ് വിടുക, കുറച്ച് ചാര അവിടെ നിന്ന് കിട്ടും. അപ്പം അതുപോലെ ഇപ്പൊ 6 അടി മണ്ണെന്ന് പണ്ടൊക്കെ ആയിരുന്നു പറഞ്ഞത്, ഇപ്പൊ അതും വേണ്ട, 6 അടി മണ്ണിന്റെ ആവശ്യമില്ല അല്ലെ. മിഷനിലാണ് എല്ലാം. എന്നിട്ട് കൂടി എന്താണ്, നമുക്ക് വീട്ടിലോട്ട് കൊണ്ടുവരേണ്ട ആവശ്യം തന്നെ ഇല്ല അല്ലെ. അവിടെ ഒരു സാധനം ഉണ്ട്, നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു മോർച്ചറി നമുക്ക് ഹോസ്പിറ്റലിലും ഉണ്ട്. വീട്ടിലൊരു മോർച്ചറി ഇരിപ്പുണ്ട്, ഏതാണ്? വീട്ടിലിരിക്കുന്നത് ഫ്രിഡ്ജ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ഒരു ഉണ്ട്, അതിന്റെ പേര് മോർച്ചറി എന്നാണ്. അപ്പൊ അങ്ങനെ എന്താണ്, അപ്പൊ അങ്ങനെ അപ്പൊ അത്രയും പോലും നമുക്ക് വേണ്ട, 6 അടി മണ്ണിന്റെ ആവശ്യം പോലും ഇല്ല. അത്രയേ ഉള്ളൂ നമ്മളുടെ ഒരു ജീവിതം. അപ്പൊ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഈ കാമത്തിന്റെയും ക്രോധത്തിന്റെയും ഒക്കെ മോഹം, ആഗ്രഹം അല്ലെ, ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങൾ. ലോകം മുഴുവൻ എനിക്ക് ചുറ്റിക്കറങ്ങണം, ഉള്ള എല്ലാ കടകളിലും കയറി നിറങ്ങി അവിടെയുള്ള എല്ലാ സാധനങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കണം, കഴിക്കണം. എല്ലാ ലോകത്തിലുള്ള ഹോട്ടലുകളിലും, വമ്പൻ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി താമസിച്ച് അടിച്ച് പൊള്ളിച്ച് ജീവിതം. ഈ രീതിയിലാണ് ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് അല്ലെ. പിടിച്ച് നിർത്താൻ പറ്റാത്ത ആഗ്രഹങ്ങൾ. ഈ ആഗ്രഹങ്ങളൊക്കെ ഇതിന്റെ അവസാനം എന്താണ്? ഈ ആഗ്രഹത്തിന്റെ ഒക്കെ ഒരു ഫലം എന്താണ്? അവസാനം ഈ പറയുന്ന ചാരമായിട്ട് പോകുന്ന ഈ ആഗ്രഹങ്ങളാണ് ഇതെല്ലാം അല്ലെ. പക്ഷെ നമ്മൾ ഹയർ ടേസ്റ്റ് ഒരിക്കലും ഇവരാരും നമ്മൾ ആഗ്രഹിക്കത്തില്ല, അതിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കത്തുമില്ല. നമ്മൾ ഈ പറയുന്ന ഈ ശത്രുക്കളാണ്, ഈ 6 ശത്രുക്കളിൽ അടിമയായി പോകുവാണ് എല്ലാവരും അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് പുരാണത്തിലുണ്ട്. അപ്പൊ പരമശിവനും അതുപോലെ തന്നെ കാമത്തെ അടക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പാർവതി ദേവി എന്നാണ്, അദ്ദേഹം തപസ്സിലിരുന്ന സമയത്ത് ധ്യാനിച്ചു, അങ്ങനെ തപസ്സിരിക്കുകയാണ്, കൊടും തപസ്സിരുന്ന അവസാനം കാമദേവൻ വന്ന് പഞ്ചപുഷ്പങ്ങൾ ശരം വെച്ചിട്ട് വസ്ത്രങ്ങളൊക്കെ ചെയ്തു, അദ്ദേഹത്തിന്റെ തപസ്സിളക്കി. അപ്പോഴാണ് കാർത്തികേയൻ ഉണ്ടായത്. കാര്യം ദേവകാര്യാർത്ഥമായിട്ടായിരുന്നു അതെല്ലാം ചെയ്തത് അല്ലേ. അതുപോലെ തന്നെ ഹരിദാസ് ഠാക്കൂറിനെ എന്താണ്, ഇതുപോലെ തന്നെ മായാദേവി തന്നെ ഒരു വേശ്യാസ്ത്രീയുടെ വേഷം കിട്ടി അദ്ദേഹത്തിന്റെ ധ്യാനം മുടക്കാനായിട്ടൊക്കെ ശ്രമിച്ചു. പക്ഷെ എന്ത് ചെയ്തു? ആ മായാദേവി പിന്നീട് ഇദ്ദേഹത്തിന്റെ ഭക്തിയായി മാറി. അദ്ദേഹത്തിന്റെ ആ ഒരു നാമജപത്തിന് 3 ലക്ഷം നാമമാണ് ഒരു ദിവസം ജപിച്ചുകൊണ്ടിരുന്നത് ഹരിദാസ് ഠാക്കൂർ. ഒരു ദിവസം 3 ലക്ഷം നാമം ജപിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുകയുള്ളൂ. അപ്പൊ ഈ വേശ്യാസ്ത്രീയോട് പറഞ്ഞു, നീ അവിടെ കാത്തിരിക്കൂ, ഞാൻ നാമം ജപിച്ചു തീരട്ടെ എന്ന്. അങ്ങനെ നാമം ജപിച്ച് തീർന്നു കഴിഞ്ഞപ്പോൾ അവരിരുന്ന് ഉറങ്ങി. അത് ഞാൻ അടുത്ത ദിവസം ഇത് തന്നെ
അല്ലേ? അപ്പൊ അങ്ങനെ അങ്ങനെ ഇരുന്നിരുന്നിരുന്ന് നാമം കേട്ട് 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 നാമത്തിന്റെ പവിത്രതയാൽ ശുദ്ധഭക്തന്റെ വായിൽ നിന്ന് വരുന്ന നാമം കേട്ട് കേട്ട് എന്താണ്, ഇവര് നാമം ജപിക്കാൻ തുടങ്ങി, ഇവര് ഭക്തിയായി മാറി. അപ്പൊ അതാണ് ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിച്ച ആൾക്കാരുടെ അവസ്ഥയാണ് നമ്മൾ ഇത് കണ്ടത്, അല്ലേ? അപ്പം അപ്പം നമ്മള് ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ട് എപ്പോഴും ഇരിക്കുന്നതാണ് നമ്മുടെ ഈ ആസക്തിക്ക് കാരണം. അതുകൊണ്ട് ആ ചിന്ത മാറ്റി നമ്മൾ ഭഗവാനിലേക്ക് നമ്മുടെ മനസ്സിലെ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യണം, ഭഗവാനിലേക്ക് തിരിച്ചു വിടണം. അപ്പൊ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഭഗവാനെ പറ്റിയുള്ള ലെക്ചേഴ്സ്, സ്റ്റോറീസ് ഒക്കെ കേട്ട് നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് അടക്കാൻ പറ്റാത്തൊരു ദുഃഖം ഉണ്ടായി, ഒരാൾ നമ്മളോട് വളരെ മോശമായിട്ട് പെരുമാറി, നമുക്ക് സഹിക്കുന്നില്ല, നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കയറെടുക്കണോ, അത് വേണോ, ഇത് വേണോ എന്നൊക്കെ ആലോചിക്കും. അതുപോലെ നമുക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കും, നമ്മൾ ഇന്ദ്രിയങ്ങളെ നമുക്ക് അടക്കാൻ പറ്റുന്നില്ല, സങ്കടം. അപ്പൊ തന്നെ നമ്മൾ ഒരേ ഒരു കാര്യം മാത്രം, ഭഗവാനെ പറ്റി മാത്രം ആലോചിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നുകിൽ ഭഗവാന്റെ എന്താണ് ശ്രീമൂർത്തി രൂപം ഉണ്ടല്ലോ, നമ്മളുടെ ഡയറ്റീസിന്റെ അടുക്ക പോയി നമ്മൾ അവരുടെ അടുക്കൽ നിന്ന് കരഞ്ഞിരുന്ന ദുഃഖമെല്ലാം അവിടെ പങ്കുവെക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്ത് ഭഗവത്ഗീത ഭാഗവതം എടുത്തു വായിക്കുക, അല്ലെങ്കിൽ ഒരു ലെക്ചർ കേൾക്കുക, നല്ല ഒരു പ്രഭുക്കന്മാരുടെ ആരെങ്കിലും ഭഗവാന്റെ ലീലകളെ പറ്റിയുള്ള ലെക്ചർ കാണുക. അപ്പൊ അങ്ങനെയൊക്കെ കണ്ട് നമ്മൾ എന്ത് ചെയ്തു, മനസ്സിനെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഭഗവാന്റെ നിയന്ത്രണത്തിലായിക്കൊള്ളും. നമ്മൾ ആ വലിയൊരു പ്രതിസന്ധി എങ്ങനെ ഇതുവഴി പോയെന്ന് പിന്നീട് നമ്മൾ ഓർക്കും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ല ഉപാധിയാണ് ഭഗവാനിലേക്ക് മനസ്സിനെ നമ്മൾ കേന്ദ്രീകരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ 63ാമത്തെ ശ്ലോകം എടുക്കാൻ പോവാണ്. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാൽ സ്മൃതി വിഭ്രമഃ, സ്മൃതി ഭ്രംശാ ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാ സ്മൃതി വിഭ്രമഃ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹ സ്മൃതി വിഭ്രമഃ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലൈല മാതാജി. മാതാജി ഇല്ലേ? ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹാത് സ്മൃതി വിഭ്രമഃ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യതി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ മാതാജി ഒന്ന് മ്യൂട്ട് ചെയ്ത്. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭുപാദ്. ക്രോധാത് ക്രോധത്തിൽ നിന്ന്, സമോഹ സമോഹം, ഭവതി ഭവിക്കുന്നു, സമോഹാത് സമോഹത്തിൽ നിന്ന്, സ്മൃതി വിഭ്രമഃ ഓർമ്മപ്പിഴ, സ്മൃതി ഭ്രംശാത് ഓർമ്മപ്പിഴയിൽ നിന്ന്, ബുദ്ധിനാശഃ ബുദ്ധിനാശം ഭവിക്കുന്നു, ബുദ്ധിനാശാത് ബുദ്ധിനാശം മൂലം, പ്രണശ്യതി നശിക്കുന്നു. ശ്രീല പ്രഭുപാദരുടെ വിവർത്തനം. ഭാവാർത്ഥം. ജയ ശ്രീല പ്രഭുപാദ്. ക്രോധത്തിൽ നിന്ന് സമോഹവും അതിൽ നിന്ന് ഓർമ്മപ്പിഴയും, ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണ്ടും നാശം പ്രാപിക്കുന്നു. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞത്? ക്രോധത്തിൽ നിന്ന് സമോഹവും അതിൽ നിന്ന് ഓർമ്മപ്പിഴയും, ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. അപ്പം നമുക്ക് ഈ ക്രോധത്തിൽ നിന്ന് എന്താണ്, ആ സമോഹം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ആ ഒരു മോഹഭംഗം മൂലമാണ് ഈ ക്രോധം ഉണ്ടാകുന്നത്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ക്രോധത്തിൽ നിന്ന് ആ ഒരു സമോഹം ഉണ്ടാകുന്നു, മോഹഭംഗം ഉണ്ടാകുന്നു. അതിൽ നിന്ന് ഓർമ്മപ്പിഴയും, ഓർമ്മപ്പിഴയിൽ നിന്ന് എന്താണ് ബുദ്ധിനാശം. അപ്പം ഈ ക്രോധം വരുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഓർമ്മ നശിക്കുകയാണ്, അല്ലെ? എന്താണ് ചെയ്യേണ്ടതെന്നൊന്നും ഓർമ്മയില്ല. ആരാണ്, എന്താണ്, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പിതാവാണോ, ഗുരുവാണോ, അല്ലെങ്കിൽ സഹോദരനാണോ, സഹോദരിയാണോ എന്നൊന്നും നമുക്കൊരു ഓർമ്മയില്ലാത്ത ഒരവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഓർമ്മപ്പിഴയിൽ നിന്ന്, ആ ഓർമ്മ ഇല്ലാത്തത് കൊണ്ട്, ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബുദ്ധി ഉദിക്കുകയുള്ളൂ, അല്ല? ഓർമ്മയില്ലാത്തത് കൊണ്ട് എന്താണ്, ബുദ്ധിയും പോയി, അല്ല? നേരെ ചൊവ്വയുള്ള ബുദ്ധി ഓർമ്മയുണ്ടെങ്കിൽ ഇന്ന ആളാണിത്, അതുകൊണ്ട് നമ്മൾ ഇവരോട് എങ്ങനെ പെരുമാറണം എന്ന് നമുക്ക് ആ ഒരു ഓർമ്മയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ബുദ്ധി, അതിനെപ്പറ്റിയുള്ള യഥാർത്ഥ രീതിയിലുള്ള ബുദ്ധി കിട്ടത്തുള്ളൂ. അപ്പോൾ ഓർമ്മയില്ലാത്തത് കൊണ്ട് ബുദ്ധിനാശം ഉണ്ടായി. അപ്പോൾ ആ ബുദ്ധിനാശത്താൽ എന്താണ്, ഭൗതികതയുടെ കയത്തിലേക്ക് വീണിട്ട് നാശം പ്രാപിക്കുന്നു. അങ്ങനെ എന്താണ്, ആ ഒരു ബുദ്ധിനാശത്തിലേക്ക് വീണ്ടും നമ്മൾ ഭൗതികതയുടെ കയത്തിലേക്ക്, ആ ഒരു
കുഴിയിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ ആഴ്ന്നുകൊണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹരേ കൃഷ്ണ. സവിത മാതാജി അതിന് ഭാവാർത്ഥം വായിച്ച്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം: ശ്രീല രൂപ ഗോസ്വാമി ഇങ്ങനെ നിർദ്ദേശം തന്നിട്ടുണ്ട്. പ്രാപഞ്ചികതയാ ബുദ്ധ്യാ ഹരിസംബന്ധി വസ്തുന മുമുക്ഷുഭി പരിത്യാഗോ വൈരാഗ്യം ഗുഗദ്യതേ. ഭക്തി രസാമൃത സിന്ധു 1-2-258. ഭഗവത് സേവനത്തിന് ഉപയുക്തമാകാത്തതായി ഒന്നും തന്നെ ഇല്ലെന്ന് കൃഷ്ണാവബോധത്തിന്റെ വികാസത്താൽ ഭക്തന് മനസ്സിലാവും. കൃഷ്ണാവബോധം എന്തെന്നറിയാത്തവനാണ് ഭൗതിക വിഷയങ്ങളിൽ നിന്നൊഴിയാൻ വേണ്ടി കൃത്രിമോപായങ്ങൾ തേടുന്നത്. ഫലമോ പ്രാപഞ്ചിക ബന്ധങ്ങളിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അവർ പരിത്യാഗത്തിന്റെ പൂർണ്ണതയിൽ എത്തുന്നില്ല. അവരുടെ നാമമാത്രമായ ഈ ത്യാഗത്തെ ഫൽഗു അഥവാ അപ്രധാനമായ വൈരാഗ്യം എന്ന് പറയുന്നു. കൃഷ്ണാവബോധമാർന്നയാൾക്കാകട്ടെ ഏതൊന്നിനെയും ഭഗവത് സേവനത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നറിയാം. അതുകൊണ്ട് അയാൾ ഭൗതികതാ ബോധത്തിന് അടിമയാകുന്നില്ല. ഉദാഹരണമായി, ഒരു അവ്യക്തഗതവാദിക്ക് ഭഗവാൻ അഥവാ കേവല തത്വം അരൂപിയാകയാൽ ഭോക്താവല്ല. അതുകൊണ്ട് അയാൾ നല്ല ഭക്ഷ്യപദാർത്ഥങ്ങളെ ഉപേക്ഷിക്കാൻ യത്നിക്കും. മറിച്ച് കൃഷ്ണനാണ് സർവോത്തമനായ ആസ്വാദകൻ എന്ന് അറിയുന്ന ഭക്തൻ വിശിഷ്ട ഭോജ്യങ്ങളെ ഭഗവാന് സമർപ്പിച്ച ശേഷം ഉച്ഛിഷ്ടമായത് പ്രസാദം കൈക്കൊള്ളുന്നു. ഇങ്ങനെ എല്ലാം ആത്മീയ ഗുരുവായി തീരുന്നത് കൊണ്ട് പതനമാകുന്ന അപകട സാധ്യതയില്ല. ഭക്തൻ കൃഷ്ണാവബോധത്തോടെ പ്രസാദം ഉണ്ണുന്നു. മറ്റേയാൾ ഭൗതികമെന്നു കരുതിയ അതിനെ ത്യജിക്കുന്നു. അങ്ങനെ അവ്യക്തഗതവാദിക്കാൻ ഈശ്വര രൂപമില്ലെന്ന് കരുതുന്നവർക്ക് കൃത്രിമമായ പരിത്യാഗം കൊണ്ട് ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ വരുന്നു. അതുകൊണ്ട് ചെറിയൊരു മനോവിഭോഷം മതി അയാളെ വീണ്ടും ഭൗതിക ജീവിതത്തിന്റെ കയത്തിലേക്ക് തള്ളിയിടാൻ. അങ്ങനെയുള്ള ഒരു ആത്മാവ് മുക്തിയോടടുത്ത സ്ഥാനത്തിൽ എത്തിയാൽ പോലും ഭക്തിഭരിതമായ സേവനത്തിന്റെ താങ്ങില്ലെന്നതുകൊണ്ട് വീണ്ടും താഴെ വീഴുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം ഈ നമ്മളിപ്പോ പറഞ്ഞ ഭാവാർത്ഥത്തിൽ പറഞ്ഞ പോലെ ക്രോധത്തിൽ നിന്ന് സമൂഹവും, അതിൽ നിന്ന് ഓർമ്മപ്പിഴയും, ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും, ബുദ്ധിനാശത്തിൽ നിന്ന് വീണ്ടും ഭൗതികതര കയത്തിലേക്ക് വീണ്ടും വീണ്ടും താഴ്ത്താനായിട്ട് ഇടയാകുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭഗവത് സേവനത്തിന് ഉപയുക്തമാകാത്തതായി ഒന്നും തന്നെ ഇല്ലെന്ന് കൃഷ്ണാബോധത്തിന്റെ വികാസത്താൽ ഭക്തന് മനസ്സിലാകും. ഭക്തൻ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഭക്തന് മനസ്സിലാകും നമ്മൾക്ക് എന്ത് കാര്യത്തിനെയും വേണമെങ്കിലും ഭഗവാനിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. എന്നാലും നമ്മൾ നിത്യേന ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിൽ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളായാലും, നമ്മളുടെ ഏതൊരു പ്രവൃത്തിയെയും നമ്മൾ ഭഗവാനിലേക്ക് കൂടി നയിക്കാനായിട്ട് സാധിക്കും. ഭഗവാനെ മുന്നിൽ നിർത്തിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ കൃഷ്ണാവബോധം എന്തെന്ന് അറിയാത്തവനാണ് ഭൗതിക വിഷയങ്ങളിൽ നിന്ന് ഒഴിയാൻ കൃത്രിമ ഉപായങ്ങൾ തേടുന്നത്. ഫലമോ പ്രാപഞ്ചിക ബന്ധങ്ങളിൽ നിന്ന് മോചിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിത്യാഗത്തിന്റെ പൂർണ്ണതയിൽ എത്തുന്നില്ല. അപ്പൊ കൃഷ്ണാവബോധം ഇല്ലാത്തവൻ വേറെ മറ്റു പല മാർഗങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും അവൻ കുറെ പരിത്യാഗവും സന്യാസിയോ അല്ലെങ്കിൽ യോഗിയോ ഒക്കെ ആയി മാറി അങ്ങനെ പോയി കഴിഞ്ഞെങ്കിലും ഭഗവാൻ ആരാണെന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ ഭഗവാന് രൂപമില്ലാത്ത ഭഗവാനെയാണ് അവര് ആരാധിക്കുന്നത്. അപ്പൊ എന്താണ്, അവര് ചെന്നെത്തുന്ന ഡെസ്റ്റിനിയും അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന ആ ഒരു അനുഭവങ്ങൾ അവർക്ക് വീണ്ടും എന്താണ് ഈ കുടുക്കിൽ വീണ്ടും അകപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവര് വിചാരിക്കുന്നത് ഇതാണ് വൈരാഗ്യത്തിന്റെ ശരിയായിട്ടുള്ള പാത എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ നാമമാത്രമായ ത്യാഗത്തെ ഈ ഫൽഗു അഥവാ അപ്രധാനമായ വൈരാഗ്യം എന്ന് പറയുന്നു. അപ്പൊ ഈ ഫൽഗു വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ അപ്രധാനമായിട്ടുള്ള വൈരാഗ്യമാണ്. കാര്യം നാമമാത്രമാണ്. കാര്യം അവര് ഉദ്ദേശിക്കുന്ന ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്ത് സെപ്പറേഷനാണ്? നമ്മൾ എന്താണ്, ഭഗവാൻ എപ്പോഴും കൂടെ നമ്മുടെ ഈ ഇവരുടെ ഗോപികമാരുടെ സെപ്പറേഷൻ മോഡ് ഓഫ് സെപ്പറേഷൻ ഇല്ലേ, ആ ഒരു മൂഡിലേക്ക് നമ്മൾ ചൈതന്യ മഹാപ്രഭുവിന്റെ എന്താണ് കൃഷ്ണനെ വേർപിരിഞ്ഞിട്ടുള്ള ആ മൂഡ് അല്ലേ, ആ ഒരു മൂഡിലേക്ക് ആണ് ശരിയായിട്ടുള്ളൊരു സെപ്പറേഷൻ അല്ലേ. ഭഗവാൻ കാര്യം പ്രത്യക്ഷത്തിൽ നമ്മുടെ മുൻപിലില്ല. അപ്പൊ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മളെ പിരിഞ്ഞ ആ ഒരു വേർപാടിന്റെ ആ ഒരു സെപ്പറേഷൻ, ആ ഒരു എൻജോയ്മെന്റ്. അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മകൻ നമ്മളെ എന്തായാലും കുറച്ച് ദൂരത്തേക്ക് വിട്ടുപോയി, അല്ലെങ്കിൽ അവന് വരാനായിട്ട് ഒരുപാട് സമയം എടുക്കും, അല്ലെങ്കിൽ 5 വർഷമൊക്കെ എടുക്കും തിരിച്ചു എത്താനെന്ന് വിചാരിച്ചു. ഏതെങ്കിലും ഒരു ഭൂഖണ്ഡത്തിലോ ദ്വീപിലോ ഒക്കെയാണ്. അവിടെ നിന്ന് തിരിച്ചെത്തണമെങ്കിൽ പൈസ സമ്പാദിക്കാനായിട്ട് നമ്മൾ അവനെ വിട്ടു.
5 വർഷം എടുക്കും തിരിച്ചു വരുന്നത്. അപ്പോഴത്തേനും അവനെ വിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അമ്മമാർക്ക് എന്താണ് അവനോട് ഒരു ഭയങ്കര ഒരു സെപ്പറേഷൻ അല്ലേ, ഒരു ഒരു പ്രത്യേക ഒരു സ്നേഹവും വാത്സല്യവും കൂടെ അവനെ ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. നമ്മളൊരു ഓണസദ്യ ഒരുക്കുമ്പോഴത്തേക്ക് എന്താണ്, ഓ എൻ്റെ മോൻ ഇല്ലാതായി പോയല്ലോ, അവന് ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് അവന് ഒന്ന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ, അവൻ അവിടെ എന്ത് കഴിക്കുമായിരിക്കും അല്ലേ. ഈ പറയുന്ന ആ ഒരു മോഡ് ഓഫ് സെപ്പറേഷൻ ആണ് അല്ലേ. അത് കഴിഞ്ഞ് അവൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതെല്ലാം ഉണ്ടാക്കി കൊടുത്ത് പിന്നെ അവൻ സ്ഥിരം ഒരു 10 വർഷം നമ്മളോട് നിൽക്കുവാണെങ്കിൽ ഈ പറയുന്ന അതിന് തീർന്നു അല്ലേ. പക്ഷെ നമ്മൾ ഭഗവാനോട് ഈ മോഡ് ഓഫ് സെപ്പറേഷൻ ഉണ്ടാക്കി ഗോപികമാരുണ്ടാക്കി എടുത്ത പോലെ ഒരു മോഡ് ഓഫ് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് എവർ ലാസ്റ്റിംഗ് ആണ് അല്ലേ. എപ്പോഴും കൃഷ്ണൻ അടുത്തുണ്ടായിരുന്നു പക്ഷെ വേർപെട്ടു. അപ്പൊ ഇത് എന്താണ്, വേർപെട്ടപ്പോഴത്തേനുള്ള ആ ഒരു ഭക്തിയുടെ കാഠിന്യം, മോഡ് ഓഫ് സെപ്പറേഷന് അതിൽ വളരെ വലുതായി പോയി, സ്ട്രെച്ച് ചെയ്ത് വലിച്ച് പിടിച്ചിരിക്കുകയാണ് അല്ലേ. അത്രയും വലിയ ഒരു പവർഫുൾ ആണ് അതിന്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ഫൽഗു വൈരാഗ്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണത എത്താത്ത ആ വൈരാഗ്യം അല്ലേ. അതെന്താണ്, ഈ യോഗികളൊക്കെ എന്താണ് ഇങ്ങനെ കുറെ നേരം ഏകാന്തമായിട്ട് തപസ്സിരുന്നു, അവരെന്താണ് ശൂന്യതയിൽ നോക്കിയിട്ടാണ് അല്ലേ. പ്രത്യേകിച്ച് ഒരു രൂപമില്ല, ഭാവമില്ല, ഭഗവാൻ രൂപമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പൊ അവര് എന്താണ് ഭക്ഷണം കഴിക്കാനായിട്ട് ഭഗവാൻ കൊടുക്കുന്നത്, അവർ കൊടുക്കുവോ? ഇല്ല. രൂപമില്ലാത്ത ആൾക്ക് എന്തിനാ കൊടുക്കുന്നത്? അവർ കഴിക്കുന്ന ഭോഗങ്ങൾ എന്താണ്, അവരുടെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഈ ഫൽഗു വൈരാഗ്യം എന്ന് പറയുന്നത്. അവരുടെ ഇന്ദ്രിയ ആസ്വാദനത്തിന് മുൻനിർത്തി മാത്രമാണ്. നമ്മൾ എന്താണ് കഴിക്കുന്നത്, ഭഗവാന്റെ ഉച്ഛിഷ്ടം. ഭഗവാൻ എന്താണ്, ഭാവഗ്രാഹിയാണ് അല്ലേ. ഭഗവാൻ എന്താണ്, നമ്മൾ നിവേദ്യം കൊടുത്തിട്ട് ഭഗവാൻ ഏതൊക്കെ ഒരു രൂപത്തിൽ സ്വീകരിക്കാൻ പറ്റും, ഒരൊറ്റ ദൃഷ്ടി കൊണ്ട് ഭഗവാനെ സ്വീകരിക്കും. ഭഗവാൻ അവിടെ വന്നിരുന്ന് പേഴ്സണലി അത് കഴിക്കണമെന്നില്ല അല്ലേ. ഭഗവാന്റെ ദൃഷ്ടി കൊണ്ടാണ് ഭഗവാൻ ഇത് കഴിക്കുന്നത് അല്ലേ. അതായത് നമുക്ക് ബ്രഹ്മസംഹിതയിലെ ശ്ലോകമുണ്ട്, അങ്കാനീയസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി പശ്യന്തി പാന്തി കലയന്തി ചിരഞ്ജഗന്തി ആനന്ദ ചിന്മയ സദോജ്വല വിഗ്രഹസ്യ ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. എന്താണ്, ഒരംഗങ്ങൾ കൊണ്ട് മറ്റു പല അംഗങ്ങളിലെ പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അദ്ദേഹത്തിന്റെ ഒരു ദൃഷ്ടി കൊണ്ട് പ്രകൃതി മുഴുവനും എന്താണ് ഫലഭൂയിഷ്ടമായി മാറി അല്ലേ. പ്രകൃതി മാതാവ് എന്താണ്, കനിഞ്ഞ് അല്ലെങ്കിൽ ഈ വിഭവങ്ങളെ മുഴുവൻ നൽകി ഒറ്റ ദൃഷ്ടി കൊണ്ടല്ലേ. നമ്മളെപ്പോലെ സാധാരണമായിട്ട് ഒരു മനുഷ്യനെ കൊണ്ട് പറ്റുമോ? 10,16,108 പത്നിമാര്. 10,00,000. ഞാൻ 16,108 കേട്ടിട്ടുള്ളൂ. മനോഹർ പ്രഭുവിന്റെ ക്ലാസ്സിൽ ഇവിടെ സത്താത്തിന് വന്നപ്പോഴാണ് മനസ്സിലായത് 10,16,108 ഭാര്യമാര്. 109, 8 അല്ല, 16,109 അത്രയും പത്നിമാര്. അപ്പൊ ഇത് നമ്മള് ഭഗവാനെ അങ്ങനെ എല്ലാരും കളിയാക്കുന്നുണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഭഗവാൻ അല്ലാതെ വേറൊരാൾക്ക് അത് പറ്റുമോ? ഭർത്താരമിതി മന്യത്, എല്ലാവരുടെയും ഭർത്താവ് ഭഗവാനാണല്ലേ. അപ്പൊ ഈ 10,00,000 അല്ല, എല്ലാവരുടെയും ഭർത്താവ്, നമ്മളുടെ ഓരോരുത്തരും ഭർത്താവ് ഭഗവാനാണ്. ഭരിക്കുന്ന ആള് ഭർത്താവാണ്, ഭഗവാനാണ് ഇതിനെല്ലാം നിയന്താവ് അല്ലേ. അപ്പോൾ പിന്നെ എന്താണ് നമ്മൾ ഈ ഒരു സംഖ്യ വെച്ചിട്ട് ഭഗവാനെ കുറെ ആൾക്കാർ, വിഡ്ഢികളായിട്ടുള്ള ആൾക്കാര് ഇങ്ങനെ കുറെ സ്ത്രീകളുടെയൊക്കെ പുറകെ നടന്നു ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് മാത്രം ഓർത്താകുന്നില്ല, അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം നടക്കുന്നത് അല്ലേ. ഏതാണ് 16,000 ആരായിരുന്നു നരകാസുരന്റെ തടവറയിൽ ഉണ്ടായിരുന്നത്. പിന്നെ 8 പത്നിമാരായിരുന്നു ഭഗവാൻ വിവാഹം കഴിച്ചത്. അവര് ആരൊക്കെയാണ്? രുക്മിണി, സത്യഭാമ, ജാമ്പവതി, ഭദ്ര, കാളിന്തി, ലക്ഷ്മണ, പിന്നെ അങ്ങനെ 2-3 പേരൂടെ ഉണ്ട്. എനിക്ക് എല്ലാവരുടെയും ഓർമ്മയില്ല, ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകും. അങ്ങനെ 8 പത്നിമാരുണ്ട് ഭഗവാന്റെ. 8 പത്നിമാര്. അവരെല്ലാം വിവാഹം കഴിച്ചാണ് ഭഗവാൻ 8 പേരെയും. അതിൽ ആദ്യത്തെ രുക്മിണി ദേവി, അങ്ങനെ ജാമ്പവതി, സത്യഭാമ, അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള കാളിന്തി അടക്കമുള്ള മറ്റുള്ള സ്ത്രീകൾ, അങ്ങനെ 8. അപ്പൊ 16,000 ആയി. പിന്നെ 100 എവിടെയാണ്? 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടെ ഒരു സന്ധി സംഭാഷണത്തിന് പോയില്ലേ, നമ്മളുടെ ധൃതരാഷ്ട്ര എടുക്കൽ സന്ധി സംഭാഷണത്തിന് പോയി കഴിഞ്ഞപ്പോൾ എന്താണ്, ആദ്യ ഒരു 5 ഗ്രാമങ്ങൾ കൊടുക്കാമെന്ന് ചോദിച്ചു. അത് പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 5 വീട് വെച്ച് കൊടുക്കാമെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ 5 സെന്റ് സ്ഥലം കൊടുക്കാമെന്ന് ചോദിച്ചു. അതും പറ്റത്തില്ല. എന്നാൽ ഒരു നുള്ള് ഭൂമി കൊടുക്കാമെന്ന് ചോദിച്ചു. അതും പറ്റത്തില്ല. ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവിടുന്ന് പോരുവാണ്. അപ്പം ഭഗവാൻ ഇങ്ങനെ ദൂതിനായിട്ട് വന്നല്ല, ധൃതരാഷ്ട്ര ഒരു 100 കന്യകമാരെ ഭഗവാന് ദാനം ചെയ്തു ഇവിടെ. അപ്പൊ ആ 100 പേരും എന്താണ് ദാനം ചെയ്തത് കൊണ്ട് പുടവ കൊടുത്തു കഴിഞ്ഞാൽ അന്നൊക്കെ എന്തായിരുന്നു,
ഭർത്താവാകുമായിരുന്നു അല്ലേ. പിന്നെ അവരും ഭഗവാന്റെ പത്നിമാരായി. അങ്ങനെ എത്ര 16,108 16,108. ഇനി അടുത്ത ആരാണോ? 10 ലക്ഷം എവിടെയാണ്? 10 ലക്ഷം എന്താണ് നമ്മളുടെ ഈ വൃന്ദാവനത്തിലുള്ള 12 വനങ്ങളില് ഗോപ്യമായിട്ടുള്ള പത്നിമാരാണ്. അതായത് അവർ പ്രത്യക്ഷത്തിലുള്ള ഭഗവാന്റെ കൂടെ ലീലകൾ ആടാൻ നേരത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്നവര്. അങ്ങനെയുള്ള പത്നിമാര് 10 ലക്ഷം. പിന്നെ അടുത്തത് എന്താണ്? 9ാമത്തെ ആള് 10,16,109. 9ാമത്തെ ആളാരാണെന്ന് അറിയാമോ? രാധാറാണിയാണ്. അല്ലല്ല, രാധാറാണി ഗോലോകത്തിലല്ലേ ഭഗവാന്റെ പത്നിയായിട്ട്. ഭഗവാനും രാധാറാണിയും തമ്മില് യാതൊരു വ്യത്യാസവും ഇല്ല. രണ്ടും ഒരാള് ഭഗവാനും ഒരാള് എന്താണ് ഭഗവാന്റെ ശക്തിയാണ് അല്ലെ. ശക്തിമാനും തമ്മിൽ എന്താ? സൂര്യഗോളവും സൂര്യപ്രകാശവും തമ്മിൽ എന്താ വ്യത്യാസം? സൂര്യനിൽ നിന്ന് വരുന്ന എനർജി, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവര് വിവാഹം കഴിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. അവർ ഓൾറെഡി എറ്റേണലി തന്നെ എന്താണ്? അവരൊന്നു തന്നെയാണ്. തുളസി ദേവിയാണ്. ഞാൻ ആ ശ്ലോകം വായിക്കാം. ജ്ഞാനം കണക്കയുടനഞ്ചക്ഷരത്തിന് ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കുപതാം കൂനൂരു ദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ലയാളു ഹരിനാരായണായ നമാം. ആരാണ്? കുബ്ജ. സ്ത്രീ അല്ലേ? കുബ്ജ ശൂർപ്പണഖ. പിന്നെ പിറ്റേ ജന്മത്തില് എന്താണ്? ത്രിവക്രയായ 3 വളവുള്ള കുബ്ജയായിട്ട് അവതരിച്ചു അല്ലേ. അപ്പം കൃഷ്ണ ബലരാമന്മാരെ വിളിച്ചുകൊണ്ട് ആരാണ്? അക്രൂരൻ ഇവിടെ നിന്ന് വരുവാണ്, വൃന്ദാവനത്തിൽ നിന്ന് മധുരയിലേക്ക് കൊണ്ടുവരുവാണ് മല്ലയുദ്ധത്തിന് വേണ്ടിയിട്ട്. ആരാണ് മല്ലയുദ്ധം? മുഷ്ടികനും ചാണൂരനും ഒക്കെ ആയിട്ടുള്ള യുദ്ധത്തിന്. അപ്പം ഒരു ആനയുണ്ടല്ലോ, ആനയുടെ പേരെന്താണ്? ഒരു ആന ഉണ്ടായിരുന്നല്ലോ അവിടെ ഭഗവാനെ കൊല്ലിക്കാനായിട്ട് നിർത്തിയ. ആർക്കും ഓർമ്മയില്ല. കൃഷ്ണ. കുവലയ പീഠം അല്ലേ? കുവലയപീഠം. അപ്പൊ ഈ കുവലയപീഠം എന്ന് പറഞ്ഞാൽ ആനയുടെ കൊമ്പിൽ പിടിച്ച് ഭഗവാൻ വലിച്ചെറിഞ്ഞതും. അപ്പൊ നോക്കുമ്പോഴത്തേക്കും ഒരു സ്ത്രീ ചട്ടുകൊണ്ട് എന്താണ് വളരെ വിരൂപയാണ്. ഒരു സ്ത്രീ ഇങ്ങനെ പോകുന്നു, എന്താണ് കുറെ കുറിക്കൂട്ടുകളും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു. അപ്പോഴത്തേനും ഭഗവാൻ എന്താണ് വിളിച്ചത്? സുന്ദരി എന്നാണ് വിളിച്ചത് അല്ലെ. അപ്പൊ ഈ സ്ത്രീ എന്നെ സുന്ദരി എന്ന് വിളിക്കുന്നു. എല്ലാരും എന്നെ കളിയാക്കാണ് ഏത് സമയം അല്ലേ. അപ്പം ഭഗവാൻ പറഞ്ഞു, ഞാൻ എന്താണ് ഒരാളുടെ അപ്പൊ എന്നെ എന്താ കളിയാക്കുന്നതെന്ന് ചോദിച്ചു അല്ലെ. മറ്റുള്ളവരൊക്കെ കളിയാക്കി വിളിക്കുന്ന പോലെ. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവര് ദേവകിയുടെ വസുദേവരുടെയും മക്കളാണെന്നൊക്കെ മനസ്സിലായി. പക്ഷെ എന്നെ തെരഞ്ഞു പിടിച്ച്, ഇത്രയും പേരിൽ നിന്ന് വിരൂപയായി എന്നെ തെരഞ്ഞു പിടിച്ചിട്ട് ഇവരെന്തിനാണ് ഇങ്ങനെ? ഇവരെ ഒന്നാമത് തന്നെ ഭഗവാനെയും ബലരാമനെയും കണ്ട് ആരും ആകർഷിക്കും. അപ്പൊ ഇവർക്ക് എന്നാലും ഇങ്ങനെ കളിയാക്കി വിളിച്ചപ്പോഴത്തേന് അവർക്കൊരു വിഷമവും തോന്നി. അതുപോലെ തന്നെ ഇവരെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. അപ്പോഴത്തേക്കും പറഞ്ഞു, ഞാൻ എന്താണ് ഒരാളുടെ ശരീരത്തെ അല്ല കാണുന്നത്, എന്താണ് ഞാൻ അവരുടെ മനസ്സിനെയാണ്. കാര്യം ഭഗവാൻ എന്താണ് എവിടെ വെച്ച് ആഗ്രഹിച്ചാണ് ഭഗവാനെ ഭർത്താവാക്കാനായിട്ട്? ശൂർപ്പണഖയായിരുന്നപ്പോൾ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണനെയും ഒക്കെ എന്താണ് ഭർത്താവാകാനായിട്ട് ആഗ്രഹിച്ചു. എന്നിട്ട് അവരുടെ പുറകെ രണ്ടുപേരെ പുറകെ നടന്ന് ഒരുപാട് അഭ്യർത്ഥിച്ചു. എന്നിട്ട് അവര് സമ്മതിച്ചില്ല. അവസാനം അവര് എന്താണ് ലക്ഷ്മണൻ നാസിക ഭുജങ്ങളൊക്കെ ഛേദിച്ചു. അപ്പൊ ഒരു സ്ത്രീയോട് അപരാധം ചെയ്തിരുന്നു അല്ലെ. ഒരു സ്ത്രീയോട് ഒരിക്കലും ഒരു അപരാധം ചെയ്യാൻ പാടില്ലാത്ത, അപ്പൊ സ്ത്രീയോട് അപരാധം ചെയ്തത് കൊണ്ട് എന്ത് ചെയ്തു? ഈ ജന്മത്തിൽ ഭഗവാൻ എന്ത് ചെയ്തു? അതിന്റെ പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ആ കംസന് കൊണ്ടുവന്ന ആ കുറിക്കൂട്ടുകൾ എന്നെ ധരിപ്പിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെ വളരെ വളരെ വിഷമിച്ചും പേടിയോടും കൂടി ധൈര്യമായിട്ട് തരൂ. അപ്പൊ ഭഗവാൻ ഇങ്ങനെ മുഷ്ടിയനെ ചാണൂരിനെ ഇതെല്ലാം ഈ ദ്വന്ദ്വയുദ്ധവും അവിടത്തെ ഒരു വില്ല് ഒടിച്ചു ഭയങ്കര ഇതൊക്കെ ഉണ്ടാക്കി ഇതെല്ലാം അറിയുകയും ചെയ്തു. അപ്പം എന്ത് ചെയ്തു? വളരെ സന്തോഷത്തോടു കൂടി, പക്ഷെ പേടിയുണ്ടായിരുന്നു. കുബ്ജ കൊടുത്തു. അപ്പൊ അതെല്ലാം ഭഗവാൻ ധരിച്ചു, സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ ആ പ്രസാദം സ്വീകരിച്ചതോടൊപ്പം തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ആ കുബ്ജയുടെ കാലിൽ അങ്ങ് ചവിട്ടി പിടിച്ചിട്ട് എന്ത് ചെയ്തു? താടിയിൽ പിടിച്ചിട്ട് ഒരൊറ്റ ഉയർത്തി. അവരുടെ 3 വളവും മാറി അതിസുന്ദരിയായിട്ടുള്ള യുവതിയായി മാറി. അതാണ് കൂനൂരു ദാസിയെ മനോജ്ഞാങ്കിയാക്കിയതും ഒന്നല്ല ആള് ഹരിനാരായണ ജപ. മറ്റാരെ കൊണ്ട് പറ്റും അല്ലേ? ഈ 3 കൂനുള്ള ഈ സ്ത്രീയെ എന്താണ് അതിസുന്ദരിയായിട്ടുള്ള യുവതിയാക്കി മാറ്റി. അപ്പൊ എന്നിട്ട് കുബ്ജയ്ക്ക് പ്രോമിസ് കൊടുത്തു, ഞാൻ നിന്നെ പത്നിയായിട്ട് സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടല്ലേ.
കാര്യം എന്തുകൊണ്ടാണ് ആ ശ്രീരാമ അവതാരത്തിൽ നടക്കാത്ത കുബ്ജയുടെ ആഗ്രഹം ഇവിടെ വെച്ചിട്ട് ഭഗവാൻ സാധിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ ആണ് 10,16,109 പത്നിമാര് വന്നത്. ഹരേ കൃഷ്ണ. അപ്പം നമ്മള് എന്താണ് ഭഗവാനെ പറ്റി നോക്കുമ്പോൾ ഒരംഗങ്ങൾ കൊണ്ട് മറ്റംഗങ്ങളുടെ പ്രവൃത്തി ചെയ്യാനായിട്ട് സാധിക്കുന്നത് കൊണ്ട് നമ്മൾ നിവേദിച്ച ഭക്ഷണം ഭഗവാന് എന്താണ് അവിടെ പ്രത്യക്ഷത്തിൽ വന്നിരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ ദൃഷ്ടി കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ? അതുപോലെ തന്നെ ഇത്രയും പേരുടെ 16,108 പേരുടെ കൊട്ടാരങ്ങൾ ദ്വാരകയിൽ ഉണ്ടായിരുന്നു. അത്രയും പേരുടെ കൊട്ടാരത്തിൽ ഭഗവാൻ ഒരേ സമയം പ്രത്യക്ഷനുമായിരുന്നു. ഒരേ സമയം നാരദമുനി ആദ്യം രുക്മിണിയുടെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ എന്താണ് കാണുന്നത്? രുക്മിണി ദേവിയായിട്ട് എന്താണ് എന്തോ പകിട കളിക്കുകയോ അങ്ങനെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത് നോക്കിയപ്പോൾ സത്യഭാമയുടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവിടെ വേറെന്തോ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ആളുടെ അടുക്ക് ചെന്നപ്പോൾ എന്താണ് സത്യഭാമയെ മേയ്ക്കപ്പെടാൻ അങ്ങോട്ട് സഹായിക്കുകയോ അങ്ങനെ കണ്ടായിരുന്നു. അടുത്ത ജാമ്പവതിയുടെ അടുക്ക് മല്ലയുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ സ്ഥലത്തും നാരദമുനി ചെല്ലും തോറും നാരദമുനി ഒരു 10 വീടുകളിൽ കയറി കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? നാരദമുനി തന്നെ മടുത്തു. കാര്യം നാരദമുനിക്ക് മനസ്സിലായി ഇത് കാര്യം ഭഗവാൻ അല്ലാതെ ഇത് വേറൊരാൾക്കും പറ്റത്തില്ല. ഓരോ സ്ഥലത്തും ഓരോ ഭാവത്തിൽ ഭഗവാൻ ഇരിക്കുകയാണ് അല്ലെ? അവരുടെ ഭാവം ഏതാണ്? എത്ര നാളായിട്ട് ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടാനായിട്ട് ആഗ്രഹിച്ച് തപസ് ചെയ്തിരിക്കുന്ന താപസിമാരൊക്കെയാണ് ഭഗവാന്റെ പത്നിമാരായിട്ട് വന്നത് അല്ലെ? ഭഗവാനുമായിട്ടുള്ള ആ ഒരു എന്താണ് പറയുന്നത്, ആ ഒരു സമ്മേളനത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നത്. അപ്പൊ അവർക്കൊക്കെ ഭഗവാൻ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അപ്പം ഇങ്ങനെയുള്ള ഈ ഭഗവാൻ ഈ അതീന്ദ്രിയ അരൂപി മറ്റുള്ള ആൾക്കാർ എന്താണ് ഭാൽഗു വൈരാഗ്യത്തിലുള്ള ആൾക്കാര് എന്താണ് അവര് ഭഗവാന് നിവേദിക്കാത്ത ഭക്ഷണം കഴിച്ചിട്ട് അവരെന്ത് ചെയ്തു? വീണ്ടും ഈ ജനന മരണ ചക്രങ്ങളിലേക്ക് അവര് ആണ്ടുപോവുകയാണ്. പക്ഷേ അവ്യക്തവാദികളായ അവർക്ക് ഭഗവാൻ ഒരു കേവല തത്വം അരൂപി ആയതുകൊണ്ട് അവർ ഭോക്താവല്ല. ഭഗവാന് രൂപം ഇല്ലാത്തതുകൊണ്ട് ഭഗവാന് ഭക്ഷിക്കാനായിട്ട് സാധ്യമല്ല എന്നാണ് പറയുന്നത് അല്ലെ? അവര് പറയുന്നത്. അതുകൊണ്ട് അയാൾ നല്ല ഭക്ഷണ പദാർത്ഥങ്ങളെ ഉപേക്ഷിക്കാൻ യത്നിക്കും. കൃഷ്ണനാണ് സർവോത്തമമായ ആസ്വാദകൻ എന്നറിയുന്ന ഭക്തൻ വിശിഷ്ട ഭോജ്യങ്ങളെ ഭഗവാൻ സമർപ്പിച്ച ശേഷം ഉച്ഛിഷ്ടമല്ലാത്തത് കൈക്കൊള്ളുന്നു. ഇങ്ങനെയുള്ള എല്ലാം ആത്മീയമായതുകൊണ്ട് പതനമാകാനെന്ന സാധ്യതയില്ല. ഒരിക്കലും താഴേക്ക് പോകാനായിട്ട് സാധ്യമല്ല. അപ്പൊ അവ്യക്തവാദികൾ പരിത്യാഗം ചെയ്തുകൊണ്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? അത് യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഭൗതികേതര കാര്യത്തിലേക്ക് വീണ്ടും വീണ്ടും അവര് തള്ളി ഇട്ടുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു ആത്മാവ് മുത്തിയോടെടുക്കുന്ന സ്ഥാനത്തിൽ എത്തിയാൽ പോലും ഭക്തിപരമായ സേവനത്തിന്റെ താങ്ങില്ലാത്തത് കൊണ്ട് വീണ്ടും താഴെ വീഴുന്നു. അപ്പൊ നമ്മൾ ഭഗവാൻ ഈ ഭോഗങ്ങളൊക്കെ സ്വീകരിക്കുമെന്ന് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഭാവഗ്രാഹി ജനാർദ്ദൻ. നമ്മൾ ഗുരുവായൂരെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കുട്ടി ഇങ്ങനെ നിവേദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കുട്ടി വന്ന് വിചാരിച്ചെന്നാണ് ഭഗവാൻ ഇങ്ങനെ ഭക്ഷിക്കുമെന്നാണ് വിചാരിച്ചിരുന്നത് അല്ലെ? ഒരു ദിവസം അച്ഛന് മേലാതിരുന്നപ്പോഴത്തേനും ഒരു കുട്ടി ഭഗവാന് നിവേദ്യം കൊടുക്കാൻ വിട്ടപ്പം ഭഗവാനോട് കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച്, അല്ലെങ്കിൽ ഞാൻ പോകില്ല എന്ന് പറഞ്ഞൊരു വാശി പിടിച്ചു കഴിയുമ്പോൾ ഭഗവാൻ വന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിയുടെ അവസ്ഥയോ, കുട്ടിക്ക് കിട്ടിയ അടിയെല്ലാം ഭഗവാന്റെ ദേഹത്തായി അടിയെല്ലാം. അത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ നാമദേവൻ ഇതുപോലെ തന്നെ പാണ്ഡുരംഗ വിട്ടല ക്ഷേത്രം അറിയാമല്ലോ എല്ലാവർക്കും അല്ലെ? മഹാരാഷ്ട്രയിലുള്ള. ഞാൻ ഇന്നാള് ഇപ്പൊ പോയത് 6 മാസം മുൻപ് ഞാൻ അവിടുത്തെ സ്റ്റോറീസ് എല്ലാം പറഞ്ഞായിരുന്നു. അവിടുത്തെ ഭഗവാൻ ഇതുപോലെ തന്നെ ഭക്തരോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ് അല്ലെ? ഇറങ്ങി വരും നമ്മളോട് ഡാൻസ് കളിക്കാനായിട്ട്. ഭഗവാൻ നമ്മളെ കൂട്ടത്തിൽ കാണും. കൂട്ടത്തിൽ ഒരാള് ഭഗവാനായിരിക്കും അവിടെ ചെന്ന് നൃത്തം ചെയ്തു കഴിഞ്ഞാൽ. കാര്യം എന്താണ്? ഭഗവാൻ അവിടെ ആ വിഗ്രഹ രൂപത്തിൽ ഇരിക്കാനായിട്ട് സാധ്യമല്ല. ഭക്തന്മാര് ചെയ്യുന്ന ആ മേളാങ്കത്തിനിടെ ഭഗവാൻ എന്തെങ്കിലും ആടി തിമിർക്കാനായിട്ട് വരും. അപ്പൊ ഞാൻ ഇന്നാളെ ആ ഒരു പാട്ട് പാടിയതാണ്, ഓർമ്മയുണ്ടോ എല്ലാവർക്കും? നാമദേവ കീർത്തന ഹരേ പ്രേമ ഭരേ നാച്ചേ പാണ്ഡുരംഗാം. നാമദേവൻ അതുപോലെയുള്ള ഭക്തരുടെ പാട്ട് കേട്ടിട്ട്, കീർത്തനം കേട്ടിട്ട് ഭഗവാൻ അവിടെ പാണ്ഡുരംഗൻ അവിടെ ഇരിക്കാൻ സാധ്യമല്ല. അദ്ദേഹം എന്ത് ചെയ്തു? വിഗ്രഹത്തിൽ നിന്ന് പുറത്തിറങ്ങി വന്നിട്ട് ഡാൻസ് കളിക്കാൻ തുടങ്ങി ഇവരുടെ കൂടെ. നാച്ചക്ക് ഡോലക്ക് നാച്ചക്ക് ഡോലക്ക് നാച്ചക്ക് ഡോലക്ക് നാച്ചക്ക് ഡോലക്ക്. അപ്പൊ അങ്ങനെ നല്ല രീതിയിലുള്ള ശബ്ദത്തിൽ കീർത്തനം, ഇങ്ങനെ മറാത്തി സോങ് ആണിത്. അപ്പൊ അങ്ങനെ ഭയങ്കര തിമിർത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക. ഭഗവാൻ തന്നെ മറന്ന് ഭക്തരുടെ കൂടെ ഡാൻസ് കളിച്ചു. ഭഗവാന്റെ വസ്ത്രമൊക്കെ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പോയത് അറിഞ്ഞേയില്ല. ഉത്തരീയ ഇവിടെയിട്ടിരുന്ന എന്താണ് മഞ്ഞ പട്ടുടയാടെ എല്ലാം അഴിഞ്ഞ് താഴെ കിടക്കുകയാണ്. അപ്പം എന്ത് ചെയ്തു? നമ്മൾക്ക് സാധാരണക്കാർക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ ഭഗവാനെ?
ഇല്ല. പക്ഷെ പരമഭക്തന്മാർക്ക് കാണാനായിട്ട് പറ്റും. ആ സമയത്ത് ഒരു പരമഭക്തൻ അവിടെ കയറി വന്നു. ആരാണ്? കബീർദാസ്, മുസൽമാനായിട്ടുള്ള കബീർദാസ്. അപ്പൊ കബീർദാസ് നോക്കി കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നു? ഒരാളുടെ തലപ്പാവ് കഴിഞ്ഞ് കിടക്കുന്നു, ഉത്തരീയ മഞ്ഞ ഉത്തരീയ എന്ത് ചെയ്തു? താഴെ കിടക്കുന്നു. അപ്പത്തേനും കബീർദാസ് പറയാണ്, സാവധ് ഹോയേ ദേവാ ഐസേ. അതായത് ഇത്ര എന്താണ്, ഭഗവാൻ ആർത്തി പാടില്ല അല്ലേ, കുറച്ച് സാവധാനത്തിൽ നൃത്തം കളിക്കൂ, ഇത്രയൊക്കെ. എന്നിട്ട് എന്ത് ചെയ്തു? കബീർദാസ് ആ ഉത്തരി എടുത്ത് കൊടുക്കുകയാണ് ഭഗവാൻ അല്ലേ. അപ്പം സാവധ് ഹോയ ദേവ ഐസേ, അത് എന്റെ ദേവ, നീ ഇത്രയ്ക്ക് അങ്ങ് ആർത്തി പിടിക്കാതെ കുറച്ചൊക്കെ സാവധാനത്തിൽ ചെയ്യുക. തന്നെ മറന്നാണ് ഭഗവാന് ആ ആനന്ദ നൃത്തം ആടുന്നത് അല്ലേ. അപ്പൊ അതേപോലുള്ള ഭഗവാൻ അവിടെ എന്ത് ചെയ്തു? ഈ നാമദേവന്റെ കീർത്തനം കേട്ട് കഴിഞ്ഞാൽ ഭഗവാൻ അവിടെ ഇരിക്കപ്പുറത്തിയില്ല. ഈ നാമദേവൻ തന്നെയാണ് ചെറുപ്പത്തിൽ ഇതുപോലെ അച്ഛൻ ഇതുപോലെ എല്ലാ ദിവസവും ഓഫർ ചെയ്തിട്ട് മകൻ ഇതിനെ കാണുന്നുണ്ട്. അച്ഛൻ പോയി എന്ത് ചെയ്തു? അവിടെ ഭക്ഷണം വെച്ചിട്ട് എന്ത് ചെയ്യും? കഥ കടച്ചിട്ട് പോരും. തിരിച്ചു വന്ന് ആ ഭക്ഷണം എടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്രസാദം കഴിക്കും. അതേപോലെ തന്നെ നാമദേവൻ ഒരു ദിവസം കൊച്ചു കുട്ടിയാണ്. അപ്പോൾ ഈ പിതാവിന് ഒരു ദിവസം ടൗണിൽ പോകേണ്ടി വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഭാര്യയോട് പറഞ്ഞു, നീ ഇന്നൊരു കാര്യം ചെയ്തേക്ക്, നാമദേവനെ ഇതൊക്കെ പഠിപ്പിക്കേണ്ട, നീ നാമദേവനോട് പറ ഇത് കൊടുക്കാനായിട്ട് പറയാൻ പറഞ്ഞു. അങ്ങനെ നാമദേവന് ഭോഗം ഉണ്ടാക്കി ഭഗവാന്റെ അടുത്ത് കൊണ്ട് കൊടുത്തു. ഭഗവാന്റെ അടുത്ത് കൊണ്ട് നീ വന്ന് കഴിക്കാൻ പറഞ്ഞു. കുട്ടിയാണൊന്നും അറിയത്തില്ലല്ലോ. നീ വന്ന് കഴിക്കാൻ പറഞ്ഞു. ഭഗവാൻ ഉണ്ടോ? കഴിക്കുന്നുണ്ടോ? ഭഗവാൻ വിഗ്രഹത്തിലല്ലേ ഇരിക്കുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് നീ വന്ന് കഴിച്ചില്ല എങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുന്നില്ല, ഞാൻ ഇനി ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ഭഗവാൻ വന്ന് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അമ്മ കാണാതെ വന്നപ്പോൾ അമ്മ കഥ തട്ടി കഴിച്ചപ്പോൾ നോക്കി പാത്രത്തിലൊന്നുമില്ല. നീ എന്ത് അപരാധം ചെയ്ത്? ഭഗവാൻ കൊടുത്തല്ലോ, നീ എടുത്ത് കഴിച്ചോന്ന് ചോദിച്ചപ്പോൾ ഇത് ഭഗവാനാണ് കഴിച്ചതെന്ന് പറഞ്ഞു. അമ്മ വിശ്വസിച്ചോ? ഇല്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ദിവസം കൂടി വൈകി അച്ഛൻ വരാനായിട്ട്. അപ്പം വീണ്ടും നാമദേവനെ കൊണ്ട് കൊടുത്തു, ഇന്ന് ഇതുപോലെ നീ ഭക്ഷണം കഴിച്ചിട്ട് വരരുത് എന്ന് പറഞ്ഞ്. അന്നും ഇതുപോലെ തന്നെ നാമദേവൻ അവിടെ കയറി ഇരുന്നിട്ട് ഭഗവാനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് നീ വന്നില്ലെങ്കിൽ എന്താണ് ഇത്, നീ ഭക്ഷണം കഴിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ഭഗവാനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു. അത്രയ്ക്ക് അങ്ങ് വാശി പിടിച്ചു. എന്ത് ചെയ്തു? ഭഗവാൻ വളരെ ആസ്വദിച്ചിട്ട് ആ ഭക്ഷണം മുഴുവൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അന്ന് അച്ഛൻ വന്നപ്പോഴത്തേക്കിനും എന്ത് ചെയ്തു? നാമദേവന്റെ അമ്മ പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ മകനെ അവിടെ ഭഗവാൻ ഓഫർ ചെയ്യാനായിട്ട് കൊടുത്ത മുഴുവനും എന്ത് ചെയ്തു? ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് കഴിച്ചു തീർത്തു കേട്ടോ. ഇനി എന്താണ്, മകനോട് നേരെ ഉപദേശിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഭഗവാനൊന്നും വന്ന് കഴിക്കില്ല. എന്ത് ചെയ്യും? നമ്മൾക്കിത് ഇപ്പൊ പ്രസാദം അല്ല ഞാൻ ഈ കഴിക്കുന്നത്. കാര്യം എന്താണ്? ഓഫർ ചെയ്ത സാധനം അവൻ അപ്പാടെ അവിടെ ഇരുന്ന് കഴിച്ചു. ഇങ്ങനെയാണോ കുട്ടികൾ വളരേണ്ടത്? എന്ത് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ട് ആകെപ്പാടെ സങ്കടപ്പെട്ട് കരഞ്ഞു. അപ്പൊ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു? മകനെയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും മകൻ എന്ത് ചെയ്തു? സത്യം ഇട്ട് പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടേ ഇല്ല, ഭഗവാനാണ് കഴിച്ചതെന്ന് പറഞ്ഞിട്ട്. അച്ഛന് വിശ്വാസമാകുന്നില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്ത് ചെയ്തു? നാമദേവന്റെ അച്ഛൻ ഇതേപോലെ തന്നെ എന്ത് ചെയ്തു? ഇതേ നാമദേവനെ കൊണ്ട് ഒരു പ്രാവശ്യം കൂടെ പൊടിപ്പിച്ചിട്ട് ഭക്ഷണം. അപ്പോൾ അപ്പോഴും വന്ന് എന്ത് ചെയ്തു? ഈ പറയുന്ന ഭഗവാൻ വന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഈ നാമദേവന്റെ ആ ഒരു മനസ്സ് കാണുമ്പോഴത്തേക്കും, നമ്മൾ കള്ളം ചെയ്തിട്ട് പറയുന്നതും കള്ളം ചെയ്യാതെ കാണിക്കുന്നതും പിതാവിനും ഒക്കെ മനസ്സിലാകും അല്ലേ. പിതാവ് നല്ലൊരു വൈഷ്ണവനായിരുന്നു. അതുകൊണ്ട് പിതാവിന് മനസ്സിലായി. പിതാവ് എന്ത് ചെയ്തു? ഭഗവാനോട് പ്രാർത്ഥിച്ചു, നീ ഇതിന്റെ സത്യം വെളിപ്പെടുത്തി തരുന്നു. ഭഗവാൻ അന്ന് സ്വപ്ന ദർശനത്തിൽ വന്നു പറഞ്ഞു, നിന്റെ മകൻ എന്താണ്, ആള് നിസ്സാരക്കാരനല്ല. എന്ത് ചെയ്തു? അവൻ എന്നെ കൊണ്ട് വല്ലാത്ത പണി അടിപ്പിച്ചതല്ലേ. ഞാൻ കൊടുത്ത സാധനങ്ങൾ മുഴുവൻ ഒറ്റയ്ക്ക് കഴിച്ചിട്ട് എൻ്റെ വയറൊക്കെ വീർത്ത് വല്ലാതെ ഇരിക്കുകയാണ്. എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഭക്തർ ഇഷ്ടം പോലെ കൊണ്ടേ തരുന്നുണ്ട്. നിന്റെ മകൻ എന്നെ വയർ നിറപ്പിച്ചാ വിട്ടിരിക്കുന്നവൻ എന്താണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഭക്തനായി തീരും എന്ന് പറഞ്ഞു സ്വപ്ന ദർശനം വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പിന്നെ മകനെ കൂടുതൽ ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. അപ്പൊ ആ ഭഗവാനെ എനിക്ക് ഇപ്രാവശ്യം കാണാനായിട്ട് പറ്റി. അതായത് പാദത്തിൽ ഇങ്ങനെ തുളസി വെക്കാനായിട്ട് സാധിച്ചു. ആ ഭക്തന്മാരോട് കൂടി റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന, നമ്മളോട് കൂടി അത്രയ്ക്ക് ഇറങ്ങി വരുന്ന ഒരു ഭഗവാനാണ്. അത്രയ്ക്ക് അടുത്ത് നിന്ന് നമുക്ക് കാണുകയും ചെയ്യാം. ചിലരൊക്കെ കെട്ടിപ്പിടിക്കാനായിട്ടൊക്കെ ശ്രമിക്കും, പക്ഷെ നമുക്കൊരു പേടിയാണ്. പക്ഷെ അവിടെയുള്ളവരൊക്കെ അങ്ങനെ ചെയ്യും. അവർ ഒരു സെക്കൻഡ് നേരെ തരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ട് പോരാ. നമുക്ക് പ്ലാൻ ചെയ്തിട്ടൊന്നും പോകാൻ പറ്റില്ല, അറിയാനും പറ്റിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം ഭഗവാൻ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നുള്ള ഉറപ്പാണ് നമ്മളുടെ ഭക്തിയും ഭാവവും എങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. ഹരിബോൾ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. സമയം പോയി. നമ്മൾ കിബജയം എടുത്തിട്ട് തീർന്നിട്ടില്ലായിരുന്നു.
ഞാനും ടയർഡായ സമയം പോയതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സംശയമില്ലെങ്കിൽ ഓരോ പോയിന്റ് പറഞ്ഞിട്ട് നിർത്താം. ജനാംബിക മാതാജി. നമ്മള് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മുടെ സുഖത്തിന് വേണ്ടി ഒന്നും ചെയ്യരുത്. ഭഗവാന്റെ സുഖത്തിന് വേണ്ടി ചെയ്യുക. പിന്നെ ഭഗവാന്റെ ഏത് ഇന്ദ്രിയം കൊണ്ടും എല്ലാ കാര്യവും ചെയ്യാൻ സാധിക്കും. അത് അംഗാനിയസ്യ സകലേന്ദ്രിയ വൃത്തിമന്തി പശ്യന്തി പാന്തി. ഓക്കെ. അപ്പം മല്ലിക മാതാജി ഉണ്ടോ? പിന്നെ ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നാല് നമ്മളെ മനസ്സിൽ അതിൽ തന്നെ അങ്ങനെ മുഴുകി പോകും. അപ്പൊ നമുക്ക് അതിലേക്ക് തന്നെ പോകാനുള്ള ആഗ്രഹം ഉണ്ടാകും. നമ്മളെ അതിലേക്ക് നയിക്കുകയും ചെയ്യും. ഉദാഹരണത്തിന് പ്രഭു പറഞ്ഞ പോലെ ഒരു കടയിൽ മുന്നിൽ കൂടെ പോകുമ്പോ ഭക്ഷണ പദാർത്ഥത്തിന്റെ പണം കേട്ടാൽ നമ്മളെ കാലറിയാതെ അങ്ങോട്ട് നീങ്ങിപ്പോവും. പക്ഷെ അതല്ലാതിരിക്കാൻ വേണ്ടി നമ്മളെ ഇന്ദ്രിയ വിഷയങ്ങളെ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്ത് നമുക്ക് അതല്ല പറഞ്ഞത്, നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ ചിന്തിക്കുക വേണ്ടതെന്ന് പറഞ്ഞ് അങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് അങ്ങനെ ഭഗവാന്റെ കാര്യങ്ങളും ലീലകളും ചിന്തിച്ച് അങ്ങ് നടന്നാൽ മനസ്സ് കുറെ കൺട്രോൾ ആയി. ഹരേ കൃഷ്ണ. ഭാരതി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. നവബോധമില്ലാത്തവർ ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ഭൗതികയിൽ ചിന്തിക്കാൻ തുടങ്ങും. കാമത്താൽ അടിമയായവരും അതേപോലെ തന്നെ ക്രോധം കൊണ്ട് അടിമയായവരും ഉണ്ടാകുന്നു. 6 ശത്രുക്കളിൽ അടിമയായി പോകുന്നു. അതുകൊണ്ട് ഭഗവാനിലേക്ക് മനസ്സിനെ വിടുക. ഓർമ്മയില്ലാത്തൊരവസ്ഥ വന്നതുകൊണ്ട് ബുദ്ധിനാശം ഉണ്ടാകുന്നു. ഭക്തിയുടെ സേവനം കൊണ്ട് ഭൗതികയെ മാറ്റാൻ കഴിയും. ഹരേ കൃഷ്ണ. അടുത്തത് ശാന്തകുമാരി മാതാജി. മാതാജിയെ കാണുന്നില്ല. മാതാജി വന്നോ? മാതാജി പ്രഭു, നമ്മൾ നേരത്തെ കേട്ടിരിക്കുന്നത് 16,108 ഭാര്യമാരെന്നാണ് നമ്മൾ ഭാഗവതത്തിലൊക്കെ കണ്ടിരിക്കുന്നത്. ഇപ്പം പറഞ്ഞു 1,00,000. 1,00,000 10 ലക്ഷത്തി. 10 ലക്ഷത്തി. ഭാഗവതത്തിലൊക്കെ അത്രേ പറയുന്നുള്ളൂ മാതാജി. 16,108 ഉള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അതായത് ചില ഭക്തന്മാർ എഴുതിയിട്ടുള്ള ഈ അതായത് നമ്മളെ വൃന്ദാവനത്തിലൊക്കെ ഒരുപാട് ഭക്തന്മാരൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഭാഗവതം ഒക്കെ കഴിഞ്ഞ് കലിയുഗത്തിലൊക്കെ വന്നപ്പോൾ ഒരുപാട് ഭഗവാന്റെ ഭക്തന്മാരെ എഴുതിയ കൃതികളിലാണ് ഇത് പറയുന്നത്. ആചാര്യന്മാരുടെ എഴുതിയിട്ടുള്ള കൃതികളിലാണ് പറയുന്നത്. ഈ പറയുന്ന ഈ കുബ്ജയെ ഭാര്യയായിട്ട് സ്വീകരിച്ചിരുന്ന് പറയുന്നുണ്ട്. അപ്പം 16,109 കുബ്ജയെ തന്നെ ഭാഗവതത്തിൽ പറയുന്നുണ്ട് പത്നിയെ സ്വീകരിച്ചെന്നുള്ള. പിന്നെ അപ്പൊ 9 അതിന്റെ 10 ലക്ഷം എന്നുള്ളത് ഗുപ്ത ഭാര്യമാരാണ്. പ്രത്യക്ഷത്തിലല്ല, ഭഗവാന്റെ ലീല ചെയ്യുന്ന സമയത്ത് 12 വനങ്ങളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നവരാണ്. പിന്നെ ഉള്ളത് എന്താണ് 100 പേര്. ആ 100 പേരുടെയൊക്കെ കഥ ഞാനിപ്പോ ഒരു സപ്താഹം ഇരുന്നപ്പോ മനോഹർ ഗൗരദാസ് പ്രഭു പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിയാവുന്നത്. എനിക്ക് അറിയില്ലായിരുന്നു മനസ്സ്. നമ്മളോട് ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുമ്പോ പറയണ്ടേ 10 ലക്ഷം പറയുമ്പോ ആരെയും വിശ്വസിക്കില്ല. നമ്മൾ 16,108 തൽക്കാലം പറഞ്ഞാൽ മതി. നമുക്കിപ്പോ ഇത് മാതാജി എനിക്കത് കിട്ടിയ ഒരു നോളജ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ഷെയർ ചെയ്യുന്നുണ്ടല്ലേ. ഞാൻ പ്രഭുവിന് ചോദിക്കുന്ന ചോദ്യം പ്രഭു ആ ഗ്രൂപ്പിൽ തരുന്ന ആൻസറുമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊക്കെ വായിച്ചു കാണുമായിരിക്കും അല്ലേ. KKD കേരളം എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്. പ്രഭുവിടെ സപ്താഹം എടുത്ത് കഴിഞ്ഞ് തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. അപ്പൊ ആ ഗ്രൂപ്പിൽ ഒരുപാട് പേര് ചോദ്യം ചോദിക്കുന്നുണ്ട്, സംശയങ്ങളൊക്കെ. അപ്പൊ അതില് പ്രഭു കുടപ്പനക്കുന്ന് അവിടെ ടെമ്പിളിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ആ ഒരു ടെമ്പിളൊക്കെ സന്ദർശിക്കണം. പ്രഭുവിനെ സപ്താഹമൊക്കെ ഉണ്ടെങ്കിൽ പ്രഭുവിനെ വിളിച്ചു കൊടുക്കുക. ഭയങ്കര നോളജാണ്. വേദിക് നോളജ്, ശാസ്ത്രിക് നോളജ് എന്ന അപാര അഗ്രഗണ്യനാണ്. അപ്പൊ അതുകൊണ്ട് പ്രഭുവിന്റെ ക്ലാസ്സിൽ സപ്താഹത്തിൽ ഇരുന്നപ്പോൾ കിട്ടിയ നോളജാണ് ഇത്. ഞാൻ ഷെയർ ചെയ്തതാണ്. അപ്പൊ ഇതാണ് അതിന്റെ ശാസ്ത്രീയ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കാൻ ഞങ്ങൾക്കും ഭാഗ്യം ഉണ്ടായി. ഞങ്ങൾക്കും ഈ അറിവ് കിട്ടി. അതെ.
അതെ. ആ, ഹരേ കൃഷ്ണ മാതാജി. അടുത്തത് പത്മ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണനാണ് സർവോത്തമനായ ആസ്വാദനം എന്നറിയുന്ന ഭക്തൻ വിശിഷ്ട ഭോജ്യങ്ങളെ ഭഗവാന് സമർപ്പിച്ച ശേഷം ഉച്ഛിഷ്ടമായത് കൈക്കൊള്ളണം. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ ഗീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ പൊക്കോട്ടെ? മാതാജിക്ക് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഞാനേ മൊത്തം കേട്ടില്ലല്ലോ പ്രഭു. അങ്ങൊന്നും ഇങ്ങൊന്നും കുറേശ്ശെ മാത്രമേ കേട്ടുള്ളൂ. ബസ്സിലിരുന്നപ്പോ ബാഗിനകത്ത് ഇട്ടിരുന്നു ഫോണ്. അതെയോ? ഇപ്പൊ വീട്ടിൽ വന്ന് കയറിയാ ബാക്കി കേട്ടത്. അതെയോ? വഴികളെയാ കേട്ടത് പ്രഭു. അതുകൊണ്ട് വ്യക്തമായിട്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റില്ല. ഒത്തിരി കാര്യങ്ങളെ കേട്ടുള്ളൂ. എങ്കിലും നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കേട്ടിടത്തോളം ഹരി ബോൾ. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ മാതാജി. അടുത്ത വീണ്ടും ആഴ്ച എങ്ങനെയെങ്കിലും കാണാൻ കേൾക്കാൻ ശ്രമിക്കണം. വീണ്ടും കാണാൻ സാധിച്ചതിൽ സന്തോഷം. ഹരേ കൃഷ്ണ മാതാജി. ലീവ് ചെയ്ത് കുഴപ്പമില്ല. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഗീത മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ആണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ, ഇന്ദ്രിയ വിഷയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്ന ആളിനെയാണ് സ്ഥിതപ്രജ്ഞൻ. അതിന്റെ അംഗങ്ങളെ അകത്തോട്ട് വലിക്കുന്ന പോലെ വിഷയങ്ങൾ കാണുമ്പോൾ അതിനെ കണ്ടില്ലാത്ത രീതിയിൽ പോകാൻ പറ്റുന്ന അത്രയും കഴിവുള്ള ഒരാളാണ് സ്ഥിതപ്രജ്ഞൻ. അപ്പം അങ്ങനെ ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിച്ച് അതിന് ആസക്തി ഉണ്ടാകുന്നു. ആസക്തിയിൽ നിന്ന് കാമം ഉണ്ടാകുന്നു. കാമത്തിൽ നിന്ന് ക്രോധം ഉണ്ടാകുന്നു. ഹരേ കൃഷ്ണ. ഞാൻ മനസ്സിലാക്കിയത്. ഹരേ കൃഷ്ണ മാതാജി. നല്ല പോയിന്റ് ഹരേ ആയിരുന്നു. ഹരേ ഗോൾ. താങ്ക് യു. രാധിക മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. നമ്മൾക്ക് അംബരീഷ മഹാരാജാവ് ചെയ്തതുപോലെ നമ്മളെ ആ ഒരു ഇതിന് നമ്മുടെ വാക്കുകൾ ഭഗവാനെ സ്തുതിക്കാനും, കൈകൾ ഭഗവാനെ സേവിക്കാനും, കർണങ്ങൾ ഭഗവാന്റെ നാമങ്ങൾ കേൾക്കാനും, നമ്മുടെ ശരീരം ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ള സ്പർശനത്തിനും, അതുപോലെ നമ്മുടെ മൂക്ക് തുളസി, ഭഗവാൻ അർപ്പിച്ച തുളസി മണക്കാനും, അതുപോലെ കാലുകൾ ഭഗവാന്റെ ക്ഷേത്രങ്ങളിലേക്ക് പോവാനും ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് സാധിക്കണം. അംബരീഷ മഹാരാജാവിന്റെ ആ സ്തുതിയിൽ അതാണ് പറഞ്ഞിരിക്കുന്നത്. ഹരി ബോൾ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണ. സബിത മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണനെ ഭക്തിപൂർവം സേവിക്കുന്നത് കൊണ്ട് ഇന്ദ്രിയ സമ്പൂർണം സാധ്യമാവുന്നു. യഥാർത്ഥ യോഗത്തിന്റെ ലക്ഷ്യം കൃഷ്ണനെ സേവിക്കലാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. മാതാജി ഇല്ല. കൃഷ്ണകുമാരി മാതാജി. നമുക്ക് രാഗിന്ദ്രങ്ങളിൽ നിന്ന് വിമുക്തനായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭിക്കും. ഹരി ബോൾ. ഹരേ കൃഷ്ണ. സുജന മാതാജി. മാതാജി മൈക്ക് ഓൺ ആക്കൂ. ആത്മാർത്ഥതയുള്ള ഒരു ഭക്തൻ ഭഗവത് സമ്പർക്കത്തിൽ ഉണ്ടാകുന്ന ആത്മീയാനന്ദം ആസ്വദിക്കുന്നതിനാൽ എല്ലാ ഭൗതിക സുഖങ്ങളെയും അവഗണിക്കുന്നു. അതത്രേ ഭക്തന്റെ വിജയരഹസ്യം. കൃഷ്ണാവബോധം ഉദിക്കാത്ത ഒരാൾ ഇന്ദ്രിയങ്ങളെ കൃത്രിമമായി നിരോധിക്കാൻ കരുത്തുറ്റവനായാലും ശരി, ഒടുവിൽ തോൽവിയെ അടയുള്ളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പം എല്ലാവരും ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ചായിരുന്നേന്ന് മനസ്സിലായി. കാര്യം ഞാൻ വിചാരിച്ചു ഞാൻ ഉറങ്ങുമെന്ന്, പക്ഷെ ഞാൻ ഉറങ്ങിയില്ല. സന്തോഷം. നിങ്ങളെല്ലാവരും അത്ര ശ്രദ്ധിച്ചിരുന്നതുകൊണ്ട് എനിക്ക് ഉറങ്ങാനായിട്ട് സാധിച്ചില്ല. അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത്രയും നേരമൊക്കെ ഇരുന്നതിൽ. അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിന്ധുഭ്യശ്ച പതിനാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവന്തിക്ക് ജയ്. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഇത് ഭാഗവതം ക്ലാസ്സിന് കയറാൻ പറ്റുന്നവരൊക്കെ കയറുക. എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ കണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടായിരുന്നു. അതിന്റെ ആരെയും കണ്ടില്ല. മാതാജി ഉറങ്ങി കാണുമായിരിക്കും അല്ലേ? അത് അപ്പോഴും മറന്നുപോയി കുറെ കഴിഞ്ഞ് വെച്ചപ്പോ കാണുകയായിരുന്നു. അത് കണ്ടായിരുന്നു. അതെ അല്ലേ? ഭാഗവതം അറിയില്ല. എനിക്ക് പഠിക്കാൻ വേണ്ടിട്ടൊരു ഇതായിട്ട് ഇദ്യമായിട്ട് തുടങ്ങിയ വളരെ റിസ്കിയാണ്. അല്ല, നമുക്ക് ഭാഗവതത്തിന്റെ
ഈ ഒന്ന് മൂലം, ഭാഗവതം മൂലം, അതാണ് എനിക്കുള്ളത്. 1ഉം 2ഉം ഉണ്ട്. ആ ആ, അത് അതല്ലല്ലോ എടുക്കുന്നത് മൂലം പ്രഭുജി. ഭാഗവതം തന്നെയാണ് മാതാജി. ശ്ലോകം അതായിരിക്കും, അതെ, അതിന്റെ വിവർത്തനവും ഭാവാർത്ഥവും വ്യത്യാസം ഉണ്ടായിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ശ്ലോകം കേട്ടിരിക്കാം, ശരി. വിവർത്തനമൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിരിക്കുക, അത്രയേ ആ ഉള്ളൂ. ശരി ശരി. ഭാഗവതം ക്ലാസ്സിൽ കയറിയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. മാതാജിയെ കണ്ടിരുന്നു. പിന്നെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? കൃഷ്ണകുമാരി മാതാജി ഉണ്ടായിരുന്നു. ഗീതാ മാതാജി, രതിദേവി മാതാജി ഒന്നും കണ്ടില്ല. ഞാൻ രണ്ടുപേരെയും പ്രതീക്ഷിച്ചിരുന്നു. ഉണ്ടായിരുന്നു. ഞാൻ കയറിയായിരുന്നു. മാതാജി കയറി, മാതാജി കയറിയിരുന്നു. ശരിയാ ശരി. രതിദേവി മാതാജി കണ്ടില്ല. ഞാൻ കേരളത്തിൽ കാത്തിരുന്നായിരുന്നു. അപ്പോഴേക്കും എനിക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കഴിഞ്ഞില്ല. ആഹാ അതാണ് അതെ അല്ലേ. രതിദേവി മാതാജിക്ക് നെറ്റ് ഇല്ലായിരുന്നു തോന്നുന്നു. അതാ. അതുകൊണ്ടായിരുന്നല്ലേ. ഞാൻ ഓർക്കുകയും ചെയ്തു, എന്താണ് കണ്ടില്ലല്ലോ, ഭാഗവതം തുടങ്ങായിരുന്നു. അപ്പൊ അത് എന്തായാലും അത്രയും പേരുടെ അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ആ, ശ്ലോകങ്ങളൊക്കെ വളരെ കടുകട്ടിയുള്ളതാണ്. പിന്നെ ഒന്നാമത്തെ കാര്യം, പ്രിപ്പറേഷനുള്ള സമയവും ഇല്ല. നമ്മൾ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിൽ 8 വർഷമായിട്ട് ഞാൻ ക്ലാസ്സിൽ ഇരിക്കുകയല്ലേ, ഗുരുപ്രഭുവിന്റെ ഇനാഗുറേറ്റ് ചെയ്ത പ്രഭുവിന്റെ ക്ലാസ്സിൽ തന്നെ ആയിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട്. അദ്ദേഹം 13ാമത്തെ അധ്യായത്തിന്റെ പകുതി വരെ എടുത്തിട്ടാണ് ഇവിടുന്ന് റിട്ടയർ ആയി നാട്ടിലേക്ക് പോയത്. അപ്പൊ അതിന്റെ ബാക്കി ഞാൻ എടുക്കുന്നുണ്ട് രാവിലെ ഇവിടുത്തെ 11 മണിക്ക് എല്ലാ ഫ്രൈഡേയും. ഇന്നിപ്പം നടന്നില്ല രഥയാത്ര കാരണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഈ സവിതാ മാതാജിക്ക് കയറുന്ന വേറൊരു സ്ഥലത്തും ആൾട്ടർനേറ്റ് ഡേയ്സിൽ ഞാനും കഴിഞ്ഞ ഭാഗവത്തിന് വന്ന ഒരു ഗീതാകായനി മാതാജി എന്ന് പറഞ്ഞാൽ മാതാജിയെ കണ്ടായിരുന്നു. ആ മാതാജിയും ആ ക്ലാസ്സിൽ മാറി മാറി എടുക്കുന്നത്, അതായത് ദ്വാരക ധാം എന്ന് പറഞ്ഞ ക്ലാസ്സിലെ. അപ്പൊ അങ്ങനെ ഭഗവത്ഗീത എങ്ങനെയും എടുക്കാം, പക്ഷെ ഭാഗവത് അതുപോലെയല്ല. ഭാഗവതത്തിന്റെ ഒരു കാണ്ഡം പോലും ഞാൻ മുഴുവൻ കേട്ടിട്ടില്ല. പിന്നെ ഫ്രൈഡേ ഇവിടെ മോർണിംഗിൽ 8 o'clock ഉണ്ട് ഓൺലൈൻ. ചിലപ്പം വല്ലപ്പോഴും ഒക്കെ ഫിസിക്കലുള്ളതുണ്ട്. അതിലൊക്കെ വളരെ വിരളമായിട്ടാണ് കയറാറുള്ള കാര്യം. താമസിച്ച് തേഴ്സ്ഡേ താമസിച്ച് കിടക്കുന്നുണ്ട്, ഫ്രൈഡേ എണീക്കാൻ താമസിക്കും. ഇപ്പം ചിലപ്പം മിസ്സായി പോകും. അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഒരു വല്ലാത്തൊരു ടോപ്പിക്കാണ്, വലിയ ഒരു ഉത്തരവാദിത്വം, ഒരു ഭാരം പോലെയൊക്കെ തോന്നുന്നു. പിന്നെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ എടുക്കാം. 1 മണിക്കൂറിന് കൃത്യമായിട്ട് തീർക്കണം, അതാണ് ഒരു ഉദ്യമം. അത് അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ള സബ്ജക്റ്റ് എങ്ങനെ തീരുമെന്ന് അറിയില്ല. പിന്നെ നീണ്ടുപോയി വീക്കിലി കഴിഞ്ഞാൽ വൺസ് അല്ലേ? വീക്കിലി വൺസ് അല്ലേ? വീക്കിലി വൺസ് ആണ്. അങ്ങനെയാണ് ലേറ്റ് ആയി ഉദ്ദേശിക്കുന്നത്. തുടങ്ങുന്നത്. ബുധനാഴ്ച തുടങ്ങുന്നത് ലേറ്റ് ആയിട്ടാണല്ലോ, പിന്നെയും കൂടുതൽ. അപ്പൊ 10 കൂടുതൽ ഇരിക്കാനുള്ള ഒരു സാവകാശം കിട്ടത്തില്ല. 10 വരെ. അതെ അതെ അതെ. അപ്പൊ ഇനാഗുറേഷൻ ആയതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ഇനാഗുറേഷൻ ആയതുകൊണ്ട്. അപ്പൊ ഇനി അത് കൃത്യമായിട്ട് 7-ന് തന്നെ എൻ്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഇവിടെ പറന്നെത്തണം. ഫ്ലൈറ്റ് പിടിച്ചെത്തണം. എത്തി പെട്ടെന്നൊന്ന് വെള്ളം ഒഴിച്ച് കുളിച്ചിട്ട് ഓടി വന്നിരിക്കാനുള്ള സമയമുള്ളൂ, അത്രയ്ക്കേ ഉള്ളൂ. 6 മണി വരെ ഡ്യൂട്ടി ഉള്ളതാണ്. അപ്പം ഭഗവാൻ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കും, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഇതായിട്ട് തന്നെ എടുത്തു പോവാം. റീഡിങ്, ഭാഗവത റീഡിങ് എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിന്റെ മഹാത്മ്യമൊക്കെ പറഞ്ഞു കേട്ടില്ലേ, അത്രയ്ക്ക് ഇതാണ്. ഭഗവാൻ തന്നെയാണ് അത്. നമ്മൾ ഇവിടുത്തെ എനിക്ക് ഒരു അറിയാം, ഒരു എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് സമയമുള്ളവർ ഇരുന്നാൽ മതി കേട്ടോ, ഇനി ആരും ഇരിക്കരുത്. ഇവിടുത്തെ ഒരു മാതാജി എന്ത് ചെയ്തു, മാതാജിക്ക് അതിഭയങ്കരമായിട്ടുള്ള അസുഖങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു. സർജറി 4-5 സർജറിയൊക്കെ ഒരുമിച്ച് ചെയ്തു. അതിലും കൂടുതൽ പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ മാതാജി ഭഗവാനോടൊരു ഒരു ഇത് കൊടുത്തു, എന്താ പറഞ്ഞ 5-6 വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. അപ്പൊ ഭഗവാനോട് പറഞ്ഞു, എന്താ പറഞ്ഞ, എനിക്ക് ഭാഗവതം പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ നീ എൻ്റെ ജീവൻ എന്ത് ചെയ്യണം, ഇത് ഭാഗവതം ഞാൻ ക്ലാസ് എടുത്ത് തീരുന്നിടം വരെയെങ്കിലും എനിക്ക് ജീവൻ തരണം എന്ന് പറഞ്ഞു. കാര്യം ഡോക്ടേഴ്സ് ഒക്കെ തന്നെ ഇവർ പോകുമെന്ന് ആണ് ഈ മാതാജി. അപ്പോൾ ആ മാതാജി അങ്ങനെ പറഞ്ഞതിന്റെ പ്രകാരം അവർ ഓൺലൈനിൽ ക്ലാസ് തുടങ്ങി. ഫിസിക്കൽ അവരുടെ വീട്ടിലും ഉണ്ട്, അതുകൂടാതെ ഓൺലൈനിലുള്ള പല വേൾഡിലെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ യൂട്യൂബിലുണ്ട്, ഇപ്പോഴും നോക്കിയാൽ കാണാം. അവരങ്ങനെ ക്ലാസ്സിന് കയറി. അവരിപ്പോൾ എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് 10ാമത്തെ അങ്ങോട്ട് എത്തിയെന്ന് തോന്നുന്നു. അങ്ങ് ആ സമയം തൊട്ട് എടുത്തു ഒരു യൂട്യൂബിൽ 2-3 ശ്ലോകങ്ങൾ എടുത്തിട്ട് ഇപ്പോഴേ ഇത്രയും സമയമായെന്ന് ആലോചിച്ച് വെക്കണം. ഭാഗവതം തീരണമെങ്കിൽ ഇത്ര ഒരു സമയം ആലോചിച്ച് നോക്കി. ഇപ്പൊ അവർ നല്ല ഹെൽത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നന്നായിട്ട് പോവാണ്. അപ്പൊ അവരുടെ ഷഷ്ടിപൂർത്തി ഞാനിപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ പോയി അവിടെ ആഘോഷിച്ചെന്ന് പറഞ്ഞില്ല, ഷഷ്ടിപൂർത്തി. ഇവിടെ വലിയ വേദ മന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് ഹോമമൊക്കെ നടത്തി ചെയ്തെന്ന് പറഞ്ഞ്
അപ്പൊ അതിൽ ഇവരും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അങ്ങനെ എന്തായാലും ഭഗവാന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. കാര്യം സാക്ഷാൽ ഭഗവാനാണ്. ഭഗവാന്റെ ആ 10ാമത്തെ കാണ്ഡ എത്തിക്കഴിയുമ്പോഴത്തേനും എന്താണ് ചെയ്യുന്നത്? അയ്യോ, എന്താണ് പറയുക, വൃന്ദാവന രസവും ആ ഒരു ഭഗവാന്റെ ലീലകളും അങ്ങോട്ട് വരുമ്പോൾ അപ്പൊ അതിലേക്ക് എത്താണ്ട് യോഗ്യത വേണമെങ്കിൽ ബാക്കിയുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ ഡയറക്റ്റ്ലി 10ലേക്ക് നമുക്ക് കയറാനായിട്ട് യാതൊരു യോഗ്യതയില്ല. കാര്യം അത് വലിയ ഹൈ ആണ്. നമ്മൾ ഈ സാധാരണപ്പെട്ട ഇതിലേക്കൊക്കെ നമ്മളുടെ മാലിന്യങ്ങളെല്ലാം മാറി കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഭഗവാനിലേക്ക് എത്തണം. ബാക്കിയുള്ള ഭക്തന്മാരുടെ കാര്യമാണ് അതുവരെയൊക്കെ പറയുന്നത്. അത് കഴിയുമ്പോഴാണ് ഫിലോസഫിയിലേക്ക് കയറുന്നത്, 12ാമത്തെ കാണ്ഡം എത്തി കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശ്രമിക്കാം എല്ലാവർക്കും. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ നടക്കും. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണ പ്രതി ഹരേ കൃഷ്ണ പ്രഭു.